തിരുവിതാംകൂർ സാമ്രാജ്യമുണ്ടായ സമയത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയുടെ ഭാഗമാവണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ചു പേര് തിരുവിതാംകൂർ പ്രധാനമന്ത്രിയെ കൊല്ലാൻ പോകുന്ന ഒരു സാഹചര്യവും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടാണ് തിരുവിതാംകൂർ കേരളവും ഇന്ത്യയുടെ ഭാഗമാവുന്നതെന്നൊക്കെയുള്ള ഒരു കഥയുണ്ട്. കേരളത്തില് 12 മുഖ്യമന്ത്രിമാരുണ്ടായതിൽ 6 മുഖ്യമന്ത്രിമാർ മാത്രമാണ് 5 കൊല്ലവും ടേം തികച്ചും ഭരിക്കാൻ സാധിച്ചത്. അതുപോലെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും ഇപ്പോ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് അടി ചെയ്യുന്ന ആൾക്കാരാണ്. അവർ രണ്ടുപേരും ഒരു കാലത്ത് ഒരു ഐക്യമുന്നണിയുടെ ഭാഗമായിട്ട് ഒരു ഇലക്ഷനെ അഭിമുഖീകരിച്ചിരുന്നു. വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഇത് പലർക്കും അറിയായിരിക്കും, കാരണം പ്രശസ്തരായ ഒരു ഭാര്യയും ഭർത്താവും CPI-യും CPM-ഉം രണ്ട് പാർട്ടിയായിട്ട് സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് അവരുടെ ദാമ്പത്യ ജീവിതത്തിനെ എഫക്ട് ചെയ്തിരുന്നു എന്നൊക്കെയുള്ള കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചരിത്രമുള്ള പൊളിറ്റിക്കൽ ചരിത്രമുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും. നമസ്കാരം, എല്ലാവർക്കും നയദൃഷ്ടി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. ഇന്ന് എൻ്റെ കൂടെ സോനിലല്ല ഉള്ളത്. ഇന്ന് നമ്മളുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. കുറച്ച് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രവും ഇലക്ഷന്റെ ചരിത്രവും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് ജാവേദും ആരോണും ആണ്. ജാവേദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ജാവേദ് നമ്മളുടെ കൂടെ ഇലക്ഷന്റെ വേറൊരു പോഡ്കാസ്റ്റ് ഇതിന് മുന്നേ ഉണ്ടായിരുന്നു. ആരോൺ നമ്മളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന വേറൊരാളാണ്. ആരോണും ജാവേദും ഒക്കെയാണ് നമ്മളുടെ ടീമിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടും കേരളത്തിന്റെ ചരിത്രത്തിനെ പറ്റിയിട്ടും ഒക്കെ ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഇപ്പൊ നമ്മളുടെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ് കൗണ്ടിങ് ഒക്കെ വരാനിരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാവരും ഒരു ത്രില്ലൊക്കെ ആയിരിക്കും ഉണ്ടാവാൻ തോന്നുന്നുണ്ട്, ആരാണ് അടുത്ത ഗവൺമെന്റ് ഫോം ചെയ്യാന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചരിത്രത്തിലേക്കുള്ള ഒരു കാൽവെപ്പൊക്കെയാണ് നമ്മൾ നടത്താൻ പോകുന്നത് ഈ ഒരു കൗണ്ടിങ് കൊണ്ടൊക്കെ. അപ്പൊ എന്തായാലും നമ്മൾക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം, കുറച്ച് കഥകൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഷെയർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തെ കഥ കേരളത്തിലെ ആദ്യത്തെ സർക്കാരിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 1957 ആദ്യത്തെ ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടാവുന്നത്. അത് ലോകത്തിൽ എലക്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്നു എന്നൊക്കെ പൊതുവെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിന്റെ ചരിത്രം എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ആദ്യം ജാവേദിനോട് ചോദിക്കാം. അപ്പൊ നമുക്ക് അറിയാം, കേരളം എന്നൊരു സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് 1956 നവംബർ 1 ഉണ്ടായത്. അതിനു മുമ്പ് കേരളം രണ്ട് ഭാഗമായിട്ടായിരുന്നു. തിരുക്കൊച്ചി ഉണ്ടായിരുന്നു, പിന്നെ മലബാർ എന്ന പ്രൊവിൻസിന്റെ ഭാഗമായിട്ട് രണ്ട് ഭാഗമായിരുന്നു. ഇത് രണ്ടും കൂടി മേർജ് ചെയ്തിട്ടാണ് നമുക്ക് കേരളം എന്നൊരു സംസ്ഥാനം രൂപീകരിച്ചത്. അത് കഴിഞ്ഞ് നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ എലക്ഷൻ നടക്കുന്നത് 1957 ഈ എലക്ഷൻ നടക്കുന്ന സമയത്ത് കേരളത്തിൽ ആ സമയത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപം കൊണ്ടിട്ടുണ്ടായിരുന്നില്ല. അന്ന് CPI എന്നൊരു ഒറ്റ പാർട്ടിയായിരുന്നു. അപ്പോൾ ഒരു പാർട്ടി ഇടതുപക്ഷ പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഉണ്ട്, പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്, പിന്നെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന PSP എന്ന പാർട്ടി ഉണ്ട്, പിന്നെ ഉം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇങ്ങനെ 4 മേജർ പാർട്ടീസ് ആണ് കേരളത്തിലുണ്ടായത്. അപ്പൊ 1957 ഇലക്ഷനിൽ ആനന്ദ് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ലോകത്തിൽ തന്നെ ആദ്യം ജനാധിപത്യമായി തിരഞ്ഞെടുത്ത ഒരു പാർട്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. അത് ഉം. രണ്ടാമത്തെ ഡെമോക്രാറ്റിക് എലക്റ്റഡ് ഗവൺമെന്റ് ആണെന്നാണ് പറയാറ്. പൊതുവെ നമ്മൾ കാണുന്നത് ഫസ്റ്റ് എന്നാണ് പറയാറുള്ളത്. പക്ഷേ നമ്മുടെ യൂറോപ്പിൽ ഒരു സാൻ മറീനോ എന്ന് പറഞ്ഞൊരു രാജ്യത്ത് അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എലക്റ്റഡ് ആയിട്ടുണ്ട്. ഉം. പക്ഷെ അവിടെ ഒരു പ്രശ്നം, അവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ലായിരുന്നു, അതിൽ വേറെ കുറച്ച് ഘടകകക്ഷികൾ കൂടി ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് ആണ് ജനറലി അങ്ങനെ അറിയപ്പെടുന്നത്. ഉം. അപ്പൊ അങ്ങനെ 1957 നടന്ന ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ് അധികാരത്തിൽ വന്നത്. 126 സീറ്റുകളായിരുന്നു അന്ന് കേരളത്തിലെ നിയമസഭയിൽ ഉണ്ടായിരുന്നത്. അതിൽ 60 സീറ്റുകൾ നേടിയിട്ടാണ് CPI ഭരണത്തിൽ വന്നത്. പിന്നെ ഉം. കോൺഗ്രസിന് അന്ന് 43 സീറ്റും ഉണ്ടായിരുന്നു. ആ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ EMS നമ്പൂതിരിപ്പാടായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ട് വന്നത്. നമുക്ക് ഇപ്പൊ ഇന്ന് ഇന്ന് പ്രഗത്ഭരായ വ്യക്തികളെ നോക്കുകയാണെങ്കിൽ മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള VR കൃഷ്ണയ്യർ അസംബ്ലിയിൽ MLA ആയിരുന്നു. പിന്നെ പട്ടം താണുപിള്ള, അതിനു മുമ്പ് തിരുക്കൊച്ചിയുടെ ചീഫ് മിനിസ്റ്റർ ഒക്കെ ആയിരുന്നു, അവർ അതിൽ ബംഗായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ അംഗങ്ങളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് കേരളത്തിലെ CPI എന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നിന്നിട്ടുള്ളത്. ആ സർക്കാർ കൊണ്ടുവന്ന ഒരുപാട്
നയങ്ങളാണ് പിന്നീടുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഡിഫൈൻ ചെയ്തത് തന്നെയെന്ന് പറയാം. ഉം, അതിലായിട്ട് വന്നിട്ടുള്ളത് മേജറായിട്ട് 2 പോളിസികളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ അവരുടെ ഭൂപരിഷ്കരണ നിയമങ്ങൾ, ലാൻഡ് റിഫോം ആക്ട്സ്. ഈ ഉം, ലാൻഡ് റിഫോം ആക്ട്സ് പറയുമ്പോൾ അവര് അവർ ഭരണത്തിൽ വന്ന് വിത്തിൻ 1 വീക്കിൽ തന്നെ അവരൊരു ഓർഡിനൻസ് കൊണ്ടുവന്നു. അതൊരു ഉം, കുടിയൊഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ് ആയിരുന്നു. ഈ കുടിയൊഴിപ്പിക്കൽ നിരോധന ഓർഡിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഇപ്പം നമുക്കറിയാലോ ആ ഒരു കേരളത്തിൽ ഒരു ഫ്യൂഡലിസം നിലനിന്ന സമയത്ത് ഈ ജന്മിമാരുടെ അടുത്തായിരുന്നു അധികം ലാൻഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഉം, ലാൻഡില് കുടിയാന്മാരും കർഷകരും കർഷക തൊഴിലാളികളും എല്ലാം ഈ ജന്മിമാര് കൊടുക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്യും. എന്നിട്ട് അതിന്ന് കിട്ടുന്ന ആം, അവർക്ക് കിട്ടുന്ന പ്രൊഡ്യൂസ് ജന്മിമാരുമായിട്ട് ഷെയർ ചെയ്തിട്ടും അവർക്ക് അത് ഷെയർ ചെയ്തിട്ടൊക്കെയാണ് ജീവിച്ചു പോയിരുന്നത്. അപ്പോൾ പലപ്പോഴും ഇവർ ലാർജ്ലി എക്സ്പ്ലോയിറ്റഡ് ആയിരുന്നു ഈ ഉം, കർഷക തൊഴിലാളികൾ. കാരണം ഇവര് ചിലപ്പോൾ നല്ല വിളവെടുത്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് അതിന്റെ പ്രോപ്പറായിട്ട് അതിന് ഔട്ട്പുട്ട് കൊടുക്കൽ അവരവിടുന്ന് മാറ്റുന്ന രീതി പറഞ്ഞ എക്സ്പ്ലോയിറ്റേഷൻ ഫേസ് ചെയ്യും. ഈ സർക്കാർ വന്നപ്പോൾ ആദ്യം ചെയ്തത് ഈ കുടിയൊഴിപ്പിക്കലിനെ നിരോധിക്കുക എന്നുള്ളൊരു വലിയൊരു ആ സമയത്ത് ഒരു ഭയങ്കര വിപ്ലവകരമായിട്ട് ഉള്ള ഒരു കാര്യമാണ്. കാരണം അന്ന് കേരളത്തിന്റെ പോപ്പുലേഷൻ നല്ലൊരു പെർസെന്റേജ് അടിസ്ഥാന വർഗ്ഗ ആളുകളായിരുന്നു. അപ്പൊ അത് ഉം, ആയിരുന്നു അന്നത്തെ സർക്കാർ വന്നൊരു വലിയ റെവല്യൂഷണറി ആക്ട് ആയിട്ട് അന്ന് കാണപ്പെട്ടു. അത് കഴിഞ്ഞ് സർക്കാർ വന്ന ഏതാനും നാളുകൾക്ക് ശേഷം തന്നെ അതൊരു ഭൂപരിഷ്കരണ നിയമമായിട്ട് കൊണ്ടുവന്നു. ഈ ഉം, ഭൂപരിഷ്കരണ നിയമത്തിൽ പ്രധാനമായിട്ടും 2 ഭാഗങ്ങളായിട്ടുണ്ടായിരുന്നത്. ഒന്ന് വ്യക്തികൾക്ക് കയ്യിൽ വെക്കാവുന്ന ഭൂമിക്കൊരു പരിധി വെച്ചു സർക്കാർ. അപ്പൊ എന്നിട്ട് ഇപ്പോ അത് കറക്റ്റ് എത്രയാണ് 15 ഏക്കർ എത്രയോ ആണെന്ന് തോന്നുന്നു. എന്നിട്ട് വന്ന മിച്ച ഭൂമി എന്ത് ചെയ്തു? ഭൂരഹിതർക്ക് കൊടുക്കാന്നുള്ളൊരു വ്യവസ്ഥ. ഉം, അതിന് രണ്ടാമത്തായിട്ട് അതിന്റെ അതിൽ വന്നൊരു പ്രൊവിഷനാണ് കുടിക്കിടപ്പുകാർക്ക് സ്ഥിരാവകാശം, ഭൂമി അവകാശം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് ആ സമയത്ത് അന്ന് ആം, ഗൗരിയമ്മയായിരുന്നു ആ വകുപ്പിന്റെ റവന്യൂ വകുപ്പിന്റെ മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉം, അവരുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു വലിയൊരു ഭൂപരിഷ്കരണ നിയമത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. പക്ഷെ അത് ഉം, കംപ്ലീറ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ളൊരു വിമർശനവും ഉണ്ട്. അത് പിന്നീട് 70കളിൽ വരുന്ന അച്യുതമേനോൻ സർക്കാരുകളാണ് കംപ്ലീറ്റ്ലി പ്രാവർത്തികമായിട്ട് എന്നുള്ളൊരു വിമർശനം അതിനകത്തുണ്ട്. ഉം, ഇനി രണ്ടാമത് ആ സർക്കാരിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ആം, നിയമം എന്ന് പറയുന്നത് അന്നത്തെ വിദ്യാഭ്യാസ ബില്ലാണ്. കേരള എഡ്യൂക്കേഷൻ ആക്ട് 1958 ആണ്. ഇത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന ഒരു നിയമമാണ്. അപ്പോൾ ഈ നിയമവും എന്താന്ന് വെച്ചാല് നമ്മുടെ പ്രൈവറ്റ് സ്കൂൾസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അവരുടെ പ്രവർത്തനങ്ങളിൽ ഭയങ്കരമായിട്ടൊരു കൂച്ചുവിലം കിടന്നൊരു ഒരു ബില്ലായിരുന്നു. അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒന്ന് എന്താന്ന് വെച്ചാല് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രത്യേകിച്ച് എയ്ഡഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ അധ്യാപകരുടെ നിയമനം ഉം, PSCക്ക് വിടുക എന്നുള്ളൊരു ഒരു കാര്യമായിരുന്നു. രണ്ടാമത് വിദ്യാർത്ഥികളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫീസ് ഈ സ്ഥാപനങ്ങൾ ഗവൺമെന്റിന് കൊടുക്കണം. ഗവൺമെന്റ് ഈ മാനേജ്മെന്റ് ഒരു ലെവി ആയിട്ട് അവർ ഈ നടത്തിപ്പിന് വേണ്ടി ഒരു പൈസ കൊടുക്കും എന്നുള്ളൊരു പ്രൊവിഷൻ ഉം, കൂടി ഇതിന്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഈ ബില്ല് അന്ന് നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതിന്റെ അകത്ത് തന്നെ ഒരുപാട് സാർവത്രിക എഡ്യൂക്കേഷൻ, എലിമെന്ററി എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് നടത്തുക, ഉച്ചഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കുക, ഇങ്ങനെ ഉള്ളൊരു ബൃഹത്തായിട്ടുള്ളൊരു വിദ്യാഭ്യാസ ബില്ലായിരുന്നു. അപ്പം ഉം, ഈ 2 ബില്ലെല്ലാം കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ വോട്ട് ബാങ്കിനെ വളരെ രീതിയിൽ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലൊരു നയങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ ഇത്രയും കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഇത് ആ സമയത്ത് ആം, അവിടെ ഉണ്ടായിരുന്ന കുറച്ചും കൂടി നമ്മൾ ജന്മിമാരെന്ന് പറയുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി ലാൻഡ് ഓൺഡ് പീപ്പിളും അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഭയങ്കര മുറുമുറുപ്പുണ്ടായി. അപ്പോ ഉം, അവരിതിന് എഗെയിൻസ്റ്റ് സംഘടിക്കാൻ തുടങ്ങി. അപ്പോ അത് ഉം, എസ്പെഷ്യലി പറയുമ്പോൾ നമ്മൾ അന്നുണ്ടായിരുന്ന സോ കോൾഡ് അപ്പർ കാസ്റ്റ് എന്ന് പറയപ്പെടുന്ന നായർ കമ്മ്യൂണിറ്റി, പിന്നെ കാത്തലിക് ക്രിസ്ത്യൻസ്, ഇവര്, പിന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ, ഭൂവുടമകളായിട്ടുള്ള ആളുകളെല്ലാം ഇതിന് എഗെയിൻസ്റ്റ് സംഘടിക്കാൻ തുടങ്ങി. അപ്പൊ അവർക്കിതൊരു ആ, ഉം, ഈ സർക്കാരിനെ ഈ രീതിയിൽ മുന്നോട്ട് പോകണം, അവരുടെ അവർക്കുള്ള ഇൻട്രസ്റ്റുകളെല്ലാം അത് അവർക്ക് ഹനിക്കപ്പെടുന്ന ഒരു പ്രശ്നം അവർ മുന്നിൽ കണ്ട്. അപ്പോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ആഹ് ഈ ഈ EMS ഗവൺമെന്റ് തന്നെ കുറച്ച് കെടുകാര്യസ്ഥകൾ ആ സമയത്ത് വന്നു. അതിലൊന്നാണ് ഉം, ആ സമയത്ത് നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻ പോഡ്കാസ്റ്റിലും പറയേണ്ടതാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കേഡറുകൾ ഭയങ്കര ഒരു ഗവൺമെന്റായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അവിടെ അവര് പക്ഷപാതിത്വം, പാർട്ടിക്കാർക്ക് മാത്രം ഒരു അനുകമ്പ കാണിക്കുന്ന രീതിയിലും മറ്റുള്ളവരോട് ഗവൺമെന്റ് റൂൾ ഓഫ് ലോ പാർട്ടി കയ്യിലെടുക്കുന്നത് പോലുള്ള ഒരു സിറ്റുവേഷൻ പലയിടത്തും കണ്ടു തുടങ്ങി. ഇത് പൊതുവെ ആളുകൾക്കിടയിൽ ഉം,
ഒരു പ്രതിപത്തി ഉണ്ടാക്കാൻ തുടങ്ങി. അത് പാർട്ടി ആളുകൾക്ക് കുറച്ച് അനുകൂലമായുള്ള കാര്യങ്ങളെല്ലാം ഈ സർക്കാരിൽ നിന്ന് വരുന്നു. അല്ലെങ്കിൽ സർക്കാരിന്റെ താഴെത്തടിലുള്ള ആഹ്, സ് കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റി, ഏരിയ കമ്മിറ്റി പോലെ നിന്ന് വരുന്നുള്ളൊരു ആഹ്, ഒ ഒ ഒരു പരാതിയും. അന്ന് ബ്രാഞ്ച് കമ്മിറ്റി അതാണ് സംഘടനാ സ്ട്രക്ചർ എന്ന് എനിക്ക് ആഹ്, വശമില്ല. പിന്നെ ഉം, അതുപോലെ അതിന്റെ കൂടെ തന്നെ സംഭവിച്ച വേറൊരു കാര്യമാണ് അവിടെ ഒരു ആന്ധ്ര അരി കുംഭകോണം എന്ന് പറഞ്ഞൊരു ഒരു അഴിമതി ആരോപണം ആ സർക്കാരിലെ ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് എഗെയിൻസ്റ്റ് വന്നു. അത് ആന്ധ്രയിൽ നിന്ന് അരി കൊണ്ടുവന്നതിന്റെ അകത്ത് എന്തോ അഴിമതി കാണിച്ചു എന്നാണ്. അപ്പോൾ ഇങ്ങനെ സർക്കാരിന് എഗെയിൻസ്റ്റ് ഒപ്പോസിഷൻ, അന്നത്തെ ഒപ്പോസിഷനായ കോൺഗ്രസിന് ആം, ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് സിറ്റുവേഷൻസ് വന്നപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ എന്ന രീതിയിൽ ആ ആ സമയത്തുള്ള ആ, നായർ കമ്മ്യൂണിറ്റി, മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലും നായർ കമ്മ്യൂണിറ്റിയും പിന്നെ കാത്തലിക് ചർച്ചും എല്ലാം അവരുടെ കൂടെ കൂടി. അപ്പോൾ ഈ സാമുദായിക സംഘടനകളും പിന്നെ അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസും മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടികളെല്ലാവരും കൂടി ഇതിനൊരു ഇഷ്യൂ ആക്കി മാറ്റാൻ ഉം, ശ്രമിച്ചു. അപ്പോൾ ഇങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് ഈ സർക്കാരിന്റെ 2ാം വാർഷികത്തിൽ ഒരു അഴിമതി വിരുദ്ധ ദിനമായിട്ട് ആ സർക്കാർ ആ സർക്കാരിന് അഗെയിൻസ്റ്റ് പ്രതിപക്ഷം ആചരിക്കാൻ തീരുമാനിച്ചു. ഉം, ഇതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് ഇതിന്റെ ഭാഗമായിട്ട് അങ്ങോളമായ പ്രതിപക്ഷം ഒരുപാട് സമര പരിപാടികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു രീതിയിലോട്ട് പോയി. പക്ഷെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് അടിച്ചമർത്തലുകൾ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിൽ നിന്നുണ്ടായി. അതിന് ഒരു ഉം, തുടക്കം കുറിച്ചത് അങ്കമാലിയിൽ അവിടെ പോലീസ് സ്റ്റേഷൻ എഗെയിൻസ്റ്റ് ഒരു കല്ലേറ് ഉണ്ടായി എന്ന ആരോപണത്തിൽ പോലീസ് വെടിവെക്കുകയും ഏകദേശം 7 ആളുകളോളം മരിച്ചു. ഉം, അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തും ഏകദേശം കുറച്ച് 1, 2 വെടിവെപ്പില് കുറച്ച് ആളുകൾ മരിച്ചു. അതില് ഏറ്റവും ഭയങ്കര പ്രശ്നമായിട്ട് മാറിയത് അവിടെ ചെറിയതുറ എന്ന സ്ഥലത്ത് ഒരു ഫ്ലോറി എന്ന് പറഞ്ഞ ഗർഭിണിക്ക് നേരെ വെടിവെപ്പുണ്ടായി. അത് ഉം, ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ് ആയിരുന്നു. അത് ഭയങ്കര രീതിയിൽ പ്രശ്നമാവുകയും ഈ സർക്കാരിന് അഗെയിൻസ്റ്റ് ആയിട്ട് വലിയൊരു ആളിക്കത്തലായിട്ട് മാറുകയും ചെയ്തു. ഉം, ഇ അപ്പൊ ഇതെല്ലാമാണ് അന്നൊരു ഈ സർക്കാരിനെ താഴിലിറക്കാൻ വേണ്ടിയിട്ട് ഒരു വിമോചന സമരം എന്ന രീതിയിലോട്ട് മാറിയത്. അം ഉം, അപ്പൊ ഇതിന്റെ അകത്ത് പറയുമ്പോ അന്നത്തെ പ്രതിപക്ഷ പാർട്ടികളും സാമുദായിക സംഘടനകളും അതിന്റെ അകത്തുണ്ടായിരുന്നു. അ അപ്പൊ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് പിന്നെ നമുക്ക് കൂടെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അന്നുണ്ടായിരുന്ന പ്രബലമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയാണ് കേരള സ്റ്റുഡന്റ്സ് യൂണിയൻ അല്ലെങ്കിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോ ഉം, നമുക്കറിയാം ഇന്നത്തെ എ.കെ. ആന്റണിയും പിന്നെ വയലാർ രവി എല്ലാം ഉയർന്നു വന്നത് ഈ ആഹ്, ആഹ്, ആ സമയത്തെ വിമോചന സമരത്തിലിടുന്നത്. അന്ന് അവര് കൊണ്ടുവന്ന 2 പ്രധാനപ്പെട്ട സമരങ്ങളുണ്ട്. ഒന്ന് ഉം, ഒരണ സമരം എന്ന് പറയും. ഈ ഒരണ സമരം എന്താന്ന് വെച്ചാല് അത് ആലപ്പുഴയിലെ കുട്ടനാട്ടിലാണ് ഈ ഒരണ സമരം നടക്കുന്നത്. അന്ന് ഈ ആം, കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരുന്നതിന് മുമ്പ് വരെ അവിടുത്തെ ഈ ബോട്ടിലുള്ള യാത്ര എന്ന് പറയുന്നത് പ്രൈവറ്റ് ആളുകൾ നിയന്ത്രിച്ചിരുന്ന ഒരു സർവീസ് ആയിരുന്നു. ഉം, അപ്പൊ ഈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് നിയന്ത്രിച്ചിരുന്ന സമയത്ത് അവർക്ക് ഫ്രീ ആയിരുന്നു ബോട്ട് സർവീസ് എന്ന് പറയുന്നത്. ഉം, പക്ഷേ കമ്മ്യൂണിസ്റ്റ് സർക്കാർ വന്നപ്പോ അത് എന്ത് ചെയ്തു? സർവീസ് ഗവൺമെന്റ് ഏറ്റെടുക്കുകയും അതില് ഇവര് ആഹ്, കുട്ടികളുടെ സർവീസ് ഫ്രീ ഉള്ളത് മാറ്റിയിട്ട് അവര് ഒരാണ എത്ര അവർ ഇതിന് സർവീസ് കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നു. അപ്പൊ ഈ ഉം, ഈ ഒരു നിരക്ക് ഏർപ്പെടുത്തിയതിനെതിരെയാണ് അന്ന് കേരള വിദ്യാർത്ഥി യൂണിയൻ ഈ ഒരു ആഹ്, സമരമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു അന്ന് ഇപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്ന എസ്.എഫ്.ഐ എന്ന് പറഞ്ഞ് നമ്മുടെ കാണുന്ന ഒരു വീറും വാശിയുണ്ട്. അന്ന് ആ ഒരു രീതിയിലുള്ള ഒരു ഇമേജ് കെ.എസ്.യുവിനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ ഉം, ഇവരുടെ ഒരു ആഹ്, ആ ഒരു സമരത്തിന് സർക്കാർ കീഴടങ്ങി ഈ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് സർക്കാർ ഫ്രീ ബോട്ട് സർവീസ് കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് കൊണ്ടുവരുന്നുണ്ട്. ഉം, രണ്ടാമതായിട്ട് ഇതില് ആം, കേസ് കൊണ്ടുവരുന്ന ഒരു ആം, സമരം എന്താന്ന് വെച്ചാല് ഇത് നമ്മുടെ ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹത്തിന്റെ കാൽ നൂറ്റാണ്ട് എന്ന് പറഞ്ഞൊരു കേരള പൊളിറ്റിക്കൽ ഹിസ്റ്ററിയെ പറ്റി പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതില് പറയുന്ന ഒരു കാര്യമാണ് ചുവപ്പുവൽക്കരണം എന്നൊരു ഉം, ആരോപണം. ഇന്ന് നമ്മള് ബിജെപിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കാവ്യവൽക്കരണം ഒരു ആരോപണം പോലെ അന്നൊരു ചുവപ്പുവൽക്കരണം എന്നൊരു ആരോപണം ഉം, കേരള CMS സർക്കാരിന് അഗെയിൻസ്റ്റ് ഉണ്ടായിരുന്നു. അതെന്താന്ന് ഉം, വെച്ചാല് അന്ന് കേരളത്തിലെ സ്കൂളുകളിലെ പാഠപുസ്തകങ്ങളില് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സമരങ്ങളും അവരുടെ വികസന പ്രവർത്തനങ്ങളെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. റഷ്യയിലെയും ചൈനയിലെയും വികസന പ്രവർത്തനം അവരുടെ കാര്യങ്ങളെ പറ്റി മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആഹ്, ഉം, അതിന് അഗെയിൻസ്റ്റ് ആയിട്ടൊരു ഒരു സമരമായിരുന്നു ഈ ഉം, ഇത് ചുവപ്പുവൽക്കരണം എന്ന് പറഞ്ഞിട്ട് അന്ന് നടത്തിയ സമരം. അപ്പോ ഉം, ഉം.
അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഏകദേശം ആ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിലവിൽ വന്നിട്ടേയും അതിനുശേഷം അവർ 2 വർഷത്തോളം ഭരിച്ചു. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വിമോചന സമരം വന്നു. അപ്പോൾ ഈ വിമോചന ഉം, സമരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആം, ഇത് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് അന്ന് സെൻട്രൽ അറിയാലോ, കേന്ദ്രത്തിൽ അന്ന് കോൺഗ്രസ് സർക്കാരായിരുന്നു. കേരളത്തിൽ നിന്ന് കോൺഗ്രസ് ഇവിടെ കേരളത്തിലൊരു പ്രസിഡന്റ്സ് റൂൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അന്ന് ആ, ജവഹർലാൽ നെഹ്റുവിന്റെ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഉം, പക്ഷെ നെഹ്റു അതിന് ഇനീഷ്യലി അഗെയിൻസ്റ്റ് ആയിരുന്നു. പക്ഷെ അന്ന് AICC പ്രസിഡന്റ് ആയിട്ടുള്ളത് നെഹ്റുവിന്റെ മകളായ ഇന്ദിരാഗാന്ധിയായിരുന്നു. പക്ഷെ ഇന്ദിരാഗാന്ധി കൂടി ആ, ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ ഈ ഒരു ആവശ്യത്തിന് സപ്പോർട്ടീവായിട്ട് നിന്നു. ഉം, സപ്പോർട്ടീവായിട്ട് നിന്നപ്പോൾ നെഹ്റു ആ, ഇതൊരു കേരളത്തിലൊരു പ്രസിഡന്റ്സ് റൂൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഉം, അത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ആർട്ടിക്കിൾ 356 ഇമ്പോസ് ചെയ്യുന്ന ആ, ഒ ഇത് കേരളത്തിലാണ്. അത് ഈ ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഈ ഉം, 1959 കേരളത്തിലാണ് ഇത് ഇമ്പോസ്. അപ്പോൾ ഉം, ഇതാണ് ഇതിന്റെ ഒരു മൊത്തമായിട്ടുള്ള ഒരു ചരിത്രം എന്ന് പറയുന്നത്. 1957 സർക്കാർ വരുന്നതും അതിനുശേഷം ആ, അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോളിസീസും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വിമോചന സമരം വരുന്നു. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഒരുപാട് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ഉണ്ടാവുന്നു. അത് കേരളത്തിലൊരു രാഷ്ട്രപതി ഭരണത്തിൽ അവസാനിക്കുന്നു. ഇതാണ് ആ ഒരു 2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു എപ്പിസോഡ്. ജാവേദ് പറഞ്ഞതിൽ കുറെ ഫാസിനേറ്റിംഗ് കാര്യങ്ങളുണ്ട്. കാരണം എനിക്കെപ്പോഴും ഇൻട്രസ്റ്റ് തോന്നിയ ഒരു കാര്യമായിരുന്നു ഈ ഭൂപരിഷ്കരണ നിയമമൊക്കെ. നമ്മളിത് ഇതിന് മുന്നേയുള്ള ഒരു എപ്പിസോഡിലും സംസാരിച്ചിരുന്നു ട്രേഡ് ഓഫിനെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ. കാരണം ഭൂപരിഷ്കരണ നിയമം കൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ അത് എന്തൊക്കെയാണ്? കാരണം നമ്മളുടെ ലാൻഡൊക്കെ ചെറുതായി ചുരുങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷനും അതുകൊണ്ട് വലിയ അഗ്രികൾച്ചർ സംരംഭങ്ങളൊന്നും തുടങ്ങാത്തതിന്റെ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ എഡ്യൂക്കേഷൻ റിഫോംസും ഇന്ന് കേരളം ആയതിന്റെ ഒക്കെ തുടക്കം വേണമെങ്കിൽ അതായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു രാഷ്ട്രപതി ഭരണത്തിന്റെ ഒരു കേസ് ജാവേദ് പറഞ്ഞതാണ്. കാരണം ഇത് എനിക്ക് തോന്നുന്നു നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ ഒരു രാഷ്ട്രപതി ഭരണം വരുന്നത്. നമ്മൾ പൊതുവെ എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേയുള്ള കുറച്ച് എപ്പിസോഡുകളിലൊക്കെ നെഹ്റുവിന്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെഹ്റുവിന്റെ ഫസ്റ്റ് അമെന്റ്മെന്റും അതെങ്ങനെയാണ് ഫ്രീഡം ഓഫ് സ്പീച്ചിനൊക്കെ ഇമ്പാക്ട് ചെയ്തത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതും അങ്ങനത്തെ ഒരു നെഹ്റുവിന്റെ ഒരു ഡിഫറെന്റ് ഷെയ്ഡ്സ് ഉള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് എപ്പോഴും നെഹ്റുവിനെ തോന്നാറുണ്ട്. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആള് ഇന്ത്യയുടെ ഒരു വിഷണറി ലീഡറാണ്. ഇന്ത്യ ഇങ്ങനെ ആവാൻ വേണ്ടി സഹായിച്ച ഏറ്റവും വലിയ നേതാവാണ്. നെഹ്റു ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഒരിക്കലും ഇങ്ങനത്തെ ഒരു പാത്തിലേക്ക് പോവില്ലായിരുന്നു. ഒരു ഡെമോക്രാറ്റിക് ലിബറൽ സൊസൈറ്റി ഒക്കെ ആയിട്ട് നിൽക്കില്ലായിരുന്നു. എന്നാലും കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സും അല്ലെങ്കിൽ കുറച്ച് ഗ്രേ ഷെയ്ഡ്സ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു രാഷ്ട്രപതി ഭരണം കൊണ്ടുവരുന്നതിൽ നെഹ്റുവിന്റെ ആ ഒരു ഡാർക്ക് ഷെയ്ഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗ്രേ ഷെയ്ഡോ ഉണ്ടായിട്ടുണ്ടോ? നെഹ്റുവിന് അങ്ങനെ നമുക്കൊരു അൺഡെമോക്രാറ്റിക് രീതിയിലാണ് ഇവിടെ ചെയ്തത് എന്ന് പറയാൻ പറ്റുമോ ജാവേദ്? ഇത് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ ഇത് 2 സൈഡും കാണാറുണ്ട്. അപ്പോ ഒന്ന് പറഞ്ഞതുപോലെ ആനന്ദ് പറഞ്ഞതുപോലെ അത്രയ്ക്കും ജനാധിപത്യത്തെ പറ്റിയിട്ടും ഒരുപാട് നമ്മളെല്ലാം ഫാസിനേറ്റ് ചെയ്യുന്ന ഒരുപാട് പുസ്തകം എഴുതിയ ഒരാള് ഇങ്ങനെ ഒരു കാര്യം എടുത്തു എന്നുള്ള ഒരു കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് അത്ഭുതത്തോടെ നോക്കാറുണ്ട്. അപ്പോൾ ഇതിന്റെ അതൊരു അതർ സൈഡ്, ഇപ്പോൾ നെഹ്റുവിന്റെ വെർഷനായിട്ട് പറയുന്നത്, നെഹ്റു ഈ കേരളത്തില് ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് നെഹ്റു ഒരു തവണ കേരളത്തിൽ തിരുവനന്തപുരത്ത് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഉം, ഈ സർക്കാരിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രക്ഷോഭങ്ങള് ഒരുപാട് നടക്കുന്ന സമയത്താണ് പുള്ളി വരുന്നത്. അപ്പൊ പുള്ളി ഈ ഇതെല്ലാം നേരിൽ കണ്ടിട്ട് ആം, അഹ് ഇത് പ്രതികരിക്കായിരുന്നു പറയായിരുന്നു. പിന്നെ നമ്മളിപ്പോ ഇതിനകത്ത് നമ്മൾ ഒരു പൊളിറ്റി സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 1977 നമ്മുടെ എമർജൻസിക്ക് ശേഷമാണ് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട്, സോറി 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിലാണ് പ്രസിഡന്റ് റൂൾ ഡിക്ലെയർ ചെയ്യാനുള്ള കണ്ടീഷൻസിൽ ലോ ആൻഡ് ഓർഡർ എടുത്തു കളയുന്നത്. അതിനു ഉം, മുമ്പ് ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത്, ലോ ആൻഡ് ഓർഡർ ക്രമസമാധാനത്തിലുള്ള എന്തെങ്കിലും കളങ്കം വരുന്നത് പ്രസിഡന്റ് റൂൾ കൊണ്ടുവരാനുള്ള ഒരു ഒ- ഒ- ഒരു എന്താ ഒരു ഫാക്ടർ ആയിരുന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഉം, അന്ന് അത്രത്തോളം ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ആ സമാധാനം പാലിക്കാൻ വേണ്ടിയിട്ട് നെഹ്റു അങ്ങനെ ഒരു എക്സ്ട്രാ ഓർഡിനറി മെഷർ എടുത്തു എന്ന രീതിയിൽ ഉം, അതിനെ വാദിക്കുന്ന ഉൾപ്പെട്ട ആളുകളും ഉണ്ട് അതിൻ്റെ അകത്ത്. ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിരുന്നില്ല. ഉം, കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഒരു ഇത് യൂസ് ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷെ ഓഫ് കോഴ്സ് ഇത് ഡെമോക്രാറ്റിക് ആയിരുന്നു. ഉം. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു ഗവൺമെന്റിനെ അട്ടിമറിക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിരുന്നില്ല എന്ന് പൊതുവെ ആൾക്കാർ പറയാറുണ്ട്. ഉം, ഉം, ഉം. ഓക്കെ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ ആരോൺ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ഇലക്ഷനിലാണ് ഒരാള് എതിരാളികൾ ഇല്ലാതെയൊക്കെ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ ഈ ആദ്യത്തെ ഇലക്ഷനിൽ?
അതെ, അതെ. ഞാനിങ്ങനെ കേൾക്കുമ്പം ഓർക്കും 2, 3 കാര്യങ്ങളില് ആദ്യത്തെ ഇലക്ഷനെക്കുറിച്ച് ആഹ് ഇന്ന് നമുക്ക് ചിന്തിക്കുമ്പം ഡിഫറന്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അന്ന് നടന്നിട്ടായിരുന്നു ഓർമ്മയുണ്ട്. അതിലൊരു കാര്യമാണ് ഈ യുണാനിമസ് ആയിട്ട് ഒരാൾ എലക്ട് ആയത്. അപ്പം അന്ന് ഉം, ഈ കാസർഗോഡ് ജില്ല അല്ലെങ്കിൽ അതിന്റെ താലൂക്ക് കേരളത്തിന്റെ ഭാഗമാക്കുന്നതിനോട് ആ ഭാഗത്ത് കുറേ പേർക്ക് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. ഉം, അപ്പം അവിടെ ആം, മലയാളം അതുപോലെ കന്നഡ, തുളു അങ്ങനെ പല ഭാഷകളുടെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു ലാംഗ്വേജായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ കുറേയും കൂടെ കർണാടകേന്റെ ഭാഗമാകണം താല്പര്യപ്പെടുന്ന ഒരു ആൾക്കാരായിരുന്നു. ഉം, അപ്പം അവർക്ക് അതിനൊരു കർണാടക സമിതി എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടിയൊക്കെ രൂപീകരിച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം അതിന്റെ ഉം, ഭാഗമായിട്ട് ഉമേഷ് റാവു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇലക്ഷന് മത്സരിക്കുന്നുണ്ടായിരുന്നു. ആഹ് സത്യം പറഞ്ഞാൽ അന്ന് കോൺഗ്രസോ CPM-ഓ മുസ്ലിം ലീഗോ ഒരു പാർട്ടി പോലും അദ്ദേഹത്തിനെതിരെ ഒരു കാൻഡിഡേറ്റ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല. അങ്ങനെ ഉം, കേരളത്തിന്റെ അതിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ആഹ് ഒരാള് ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു മത്സരം നടക്കാതെ നിയമസഭയിലേക്ക് ജയിച്ചു കയറുന്നത് ആ ഉം, ഒരു വ്യക്തിയാണ്. ഉമേഷ് റാവു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം ആ പാർട്ടിയൊന്നും ഇന്നില്ല. പിന്നത്തെ ഉം, ഇലക്ഷനിൽ 2, 3 സീറ്റൊക്കെ പോയി ജയിച്ചിരുന്നു. പക്ഷെ ഉം, ഇന്നിപ്പോൾ ആ പാർട്ടിക്ക് പ്രസക്തി ഇല്ല. അതുകൊണ്ട് ഇന്ന് ആ പാർട്ടി നിലവിലില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഉം, രസകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു യാ, കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ 126 സീറ്റിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ഉം, ആക്ച്വലി 114 മണ്ഡലങ്ങളാണ് കേരളത്തിലുണ്ടായിരുന്നത്. ഉം, നമുക്കിന്ന് സംവരണ മണ്ഡലങ്ങളുണ്ട്. ഇപ്പം നമുക്ക് പല ഭാഗങ്ങളിലും SC മണ്ഡലങ്ങൾ, ST മണ്ഡലങ്ങളുണ്ട്. അന്ന് ഈ സംവരണ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു മണ്ഡലത്തെ തന്നെ 2ആക്കി തിരിച്ചുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം എറണാകുളം ഒരു സംവരണ മണ്ഡലമാണെങ്കിൽ എറണാകുളത്ത് ഉം, 2 MLA-മാരുണ്ടാവും. ഒരു ഉം, ജനറൽ കാറ്റഗറി MLA ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു സംവരണ MLA ഉണ്ടാവും. അപ്പോൾ ഒരാൾക്ക് 2 വോട്ട് ഉണ്ടാവും. ഉം, അപ്പം ഉം, ഉം. അങ്ങനെയാണ് ആക്ച്വലി ഈ 126 എന്നുള്ള നമ്പറിലേക്ക് വരുന്നത്. 114 ഓക്കെ. മണ്ഡലങ്ങളും 126 സ്ഥാനാർത്ഥികളുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതും ഒരു അന്നത്തെ കാലത്തെ ഒരു വ്യത്യസ്തമായ ഒരു ഫൺ ഫാക്റ്റാണ്. യാ, പിന്നെ ജാവേദ് വന്നത് ചെറിയൊരു കറക്ഷനും കൂടെ ഞാൻ ഇപ്രാവശ്യം ഇപ്പം പറയാം. VR ഉം, കൃഷ്ണയ്യർ MLA മാത്രമായിരുന്നില്ല. അദ്ദേഹം ഒരു നിയമ മന്ത്രിയും കൂടെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഉം, ഉം, ഫസ്റ്റ് ഉം, മന്ത്രിസഭയിലെ നിയമമന്ത്രിയും കൂടിയായിരുന്നു VR കൃഷ്ണയ്യർ. അപ്പം ഇതൊക്കെ ഓക്കെ. അന്നത്തെ കാലത്തെ ഈ കൃഷ്ണയ്യർ തന്നെയാണ് അതിന് ശേഷം സുപ്രീം കോടതി ജഡ്ജിയായിട്ട് ഇന്ദിരാഗാന്ധിക്ക് അലഹബാദ് കോടതി ഇലക്ഷൻ അസ്ഥിരപ്പെടുത്തിയായിരുന്നല്ലോ. ഉം, അന്ന് ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായിട്ട് വിധിച്ചത് VR കൃഷ്ണയ്യർ ആണ് ലേറ്റർ. ഉം, ഉം, ഇന്ദിരാഗാന്ധിക്ക് ഉം. പ്രൈം മിനിസ്റ്ററായിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷേ വോട്ടെടുപ്പിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ പ്രൈം മിനിസ്റ്റർ തുടരാന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു വേർഡിക്റ്റ് കൊണ്ടുവന്നത് കൃഷ്ണയ്യരാണ് ലേറ്ററാണ്. അപ്പം ഉം, അദ്ദേഹവും ഉം, ഉം. ഒന്നാമത്തെ മന്ത്രിസഭയിലൊരു മന്ത്രിയായിരുന്നു എന്നുള്ളത് കേരളത്തിന് ഭയങ്കര ഒരു അന്നത്തെ മന്ത്രിസഭയുടെ ഒരു വാല്യൂ കാണിക്കുന്ന ഒരു കാര്യമാണത്. യാ, ഇതൊക്കെയാണ് ചില ഫൺ ഫാക്ടേഴ്സ്. ഓക്കെ. ഇത് കഴിഞ്ഞ് നമ്മള് കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോകുമ്പോ, പിന്നെ ഉണ്ടായ ഒരു വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ വലിയൊരു ചരിത്രപരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് CPI-യും CPM-ഉം 2 പാർട്ടിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. അതും എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ചരിത്രവും കേരളത്തിന്റെ മുന്നോട്ടേക്കുള്ള രാഷ്ട്രീയവും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യമാണ്. ഈ CPI-യും CPM-ഉം കൂടി സ്പ്ലിറ്റ് ആവുന്നത്. അപ്പൊ അതിനെപ്പറ്റി ആരോൺ എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് അത് സ്പ്ലിറ്റിലേക്ക് ലീഡ് ചെയ്തത്? എന്തൊക്കെയായിരുന്നു അതിന് പിന്നിലുണ്ടായ കാരണങ്ങള്? നമ്മളിന്ന് പൊതുവെ പറയും, ചില ആൾക്കാർ പറയും ലോകത്ത് എവിടെയോ യുദ്ധം നടക്കുന്നു, അതിന് ഇന്ത്യയിൽ എന്താണ് സമരം നടത്തിയൊരു കാര്യം എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പം ഉം, ഇറാൻ അമേരിക്ക യുദ്ധം നടന്നപ്പോൾ നമുക്കിപ്പം ഗ്യാസിൻ്റെ പ്രശ്നം വന്നപ്പോഴാണ് ഗ്ലോബലി നടക്കുന്ന യുദ്ധങ്ങൾ നമ്മളെയും ബാധിക്കുന്നുണ്ടെന്നുള്ളൊരു റിയാലിറ്റി നമ്മൾ മനസ്സിലാകുന്നത്. അതുപോലെ ലോകത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ നമ്മുടെയും പൊളിറ്റിക്സിനെയും ബാധിച്ച ഒരു 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 ക്ലിനിക്കൽ എക്സാമ്പിളാണ് ഈ CPM CPI സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഉം, അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിക്സിനെ തന്നെ വളരെയധികം മാറ്റിമറിച്ചൊരു സംഭവമായിരുന്നു. കാരണം ഇന്ത്യയിൽ ഒന്നാമത്തെ നെഹ്റു ഗവൺമെൻറ്റിൻ്റെ ഒപ്പോസിഷനായിരുന്നത് ഏറ്റവും ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടി എന്ന് പറയുന്നത് CPI ആയിരുന്നു. ഉം, അന്ന് ഉം, വർഷങ്ങളോളം ഒപ്പോസിഷൻ ലീഡറായിരുന്നത് AK ഗോപാലൻ എന്ന് പറയുന്ന അന്നത്തെ വലിയൊരു നേതാവായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അത്രയും നിലയിൽ വലിയ പാർട്ടിയായിരുന്ന CPM അല്ലെങ്കിൽ CPI ഇന്നത്തെ രീതിയിൽ ചെറുതായി അല്ലെങ്കിൽ ചുരുങ്ങിപ്പോകാനൊരു കാരണമായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം ഈ CPM CPI സ്പ്ലിറ്റാണ്. ഉം, അത് ആക്ച്വലി ഇതിൻ്റെ തുടക്കം വളരെ രസകരമായ സംഭവമാണ്. നമുക്കറിയാം സ്റ്റാലിൻ്റെ ഭരണത്തിന് ശേഷം ക്രൂസ്ചേവ് മറ്റേ സോവിയറ്റ് യൂണിയൻ്റെ തലപ്പത്തേക്ക് വരുമ്പം ഈ സ്റ്റാലിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ ഈ സോവിയറ്റ് യൂണിയൻ രാജ്യങ്ങളോട് ക്രൂസ്ചേവ് ഒരു പ്രസംഗത്തിലൂടെ പറയുന്നുണ്ട്. പക്ഷെ അത് ലോകത്തിന് പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിരുന്നില്ല.
അത് പുറത്ത് വന്നതും ഭയങ്കര രസകരമായൊരു സംഭവത്തിലൂടെയാണ് ആക്ച്വലി. അപ്പം ഈ പോളിറ്റ് ബ്യൂറോ ഉണ്ടായിരുന്ന നേതാക്കന്മാർക്ക് മാത്രം ഈ ഒരു പ്രസംഗത്തിന്റെ കോപ്പി ക്രൂഷ്ചേവിന്റെ ഓഫീസിൽ നിന്ന് അയച്ചു കൊടുത്തിരുന്നു. അതിലൊരെണ്ണം കിട്ടിയത് പോളണ്ട് അന്ന് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നു. ഉം. പോളണ്ടിന്റെ പാർട്ടി സെക്രട്ടറിയുടെ ഫസ്റ്റ് സെക്രട്ടറി ലൈക്ക് അസിസ്റ്റന്റ് ഒരു ലേഡി ആയിരുന്നു. അപ്പോൾ ലേഡീൻ്റെ കയ്യിൽ ഈ കോപ്പി കിട്ടിയിരുന്നു. ഈ ലേഡിയുടെ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു പോളിഷ് ജൂ ആയിരുന്നു, യഹൂദനായിരുന്നു. ഉം. അപ്പോൾ അദ്ദേഹം ഉം. ഗേൾ ഫ്രണ്ടിനെ കാണാൻ വന്നപ്പോൾ, അദ്ദേഹം ജേർണലിസ്റ്റും കൂടിയായിരുന്നു. കാണാൻ വന്നപ്പം അത് ആ ലേഡിയുടെ ടേബിളിന് മുകളിൽ വളരെ അലസമായിട്ട് ഇട്ടിരിക്കുന്ന ഈ കോപ്പി കണ്ടു. അപ്പം അദ്ദേഹത്തിന് അറിയാം ഇങ്ങനൊരു ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത്. പുള്ളി വളരെ കാഷ്വലായിട്ട് അദ്ദേഹത്തോട് ഇത് വായിക്കാൻ എടുത്തോട്ടെ എന്ന് കൊണ്ട് ചോദിച്ചിട്ട് അതെടുത്തുകൊണ്ട് പോയി ഒരു കോപ്പി എടുത്തു. എന്നിട്ട് അതുകൊണ്ട് തന്നെ നേരെ പോയിട്ട് മൊസാദിന്റെ ഓഫീസിലേക്കാണ് പോയത്. അപ്പം അവിടുന്ന് പിന്നെ അത് ബാക്കി പറയണ്ടല്ലോ, അത് CIA ഓഫീസിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ലോകത്തിന് മുമ്പിൽ ക്രൂഷ്ചേവിന്റെ ആ പ്രസംഗം പബ്ലിക് ആവുന്നതും സ്റ്റാലിൻ ചെയ്തു കൂട്ടിയ ക്രൂരമായ കാര്യങ്ങൾ ലോകത്തിലേക്ക് എത്തുന്നതും അങ്ങനെയാണ്. അതേ പ്രസംഗത്തിൽ ആക്ച്വലി ക്രൂഷ്ചേവ് പറയുന്ന ഒരു കാര്യമാണ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ആശയം. അപ്പം ഈ വെസ്റ്റേൺ രാജ്യവുമായിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള യുദ്ധത്തിലായിരുന്നു സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നത്. അപ്പം അതിന് പകരം സമാധാനപരമായ ഒരു സഹവർത്തിത്വത്തിലേക്ക് പോയിക്കൂടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് നമുക്ക് പോകാം ഒരു സജഷനും കൂടെ ക്രൂഷ്ചേവ് വെക്കുന്നുണ്ടായിരുന്നു. അപ്പം ആ ആശയത്തിനെ അനുകൂലിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ ഒരു സ്പ്ലിറ്റാണ് ആക്ച്വലി ഈ CPM സ്പ്ലിറ്റിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പം ചില ആളുകൾ അപ്പം ഇത് ഇന്ത്യയിൽ ഈ സ്പ്ലിറ്റ് വന്ന അതേ സമയത്ത് തന്നെയാണ് ചൈനയും റഷ്യയും ഈ രീതിയിൽ എതിർക്കുന്നത്. അന്ന് മാവോയായിരുന്നു സൈന്യ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. അപ്പം മാവോ ശക്തമായിട്ട് എതിർത്ത ഒരാളാണ് ആക്ച്വലി. അന്ന് മാവോ വിളിച്ച പേരാണ് റിവിഷനിസ്റ്റുകൾ എന്ന്. നമ്മൾ പലപ്പോഴും ഈ ഒരു കോൺവെർസേഷനിൽ കേൾക്കുന്ന പേരാണ് റിവിഷനിസ്റ്റ് എന്നുള്ളത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ റെവല്യൂഷണൽ പ്രിൻസിപ്പിൾസിൽ ഡൈല്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പറയുന്നത്. അപ്പം മാവോയുടെ ചൈനയും ഇതിന് ശക്തമായിട്ട് അവരും പറയുന്നത് ഒരു മിലിറ്ററി അല്ലെ അഗ്രസീവ് ആയിട്ടാണ് ഒരു റവല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു വാദമായിരുന്നു ചൈനയ്ക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയിലും ഈ രണ്ട് വാദങ്ങളുള്ള ആൾക്കാർ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഉണ്ടായിരുന്നു. ഒരു കൂട്ടർ റഷ്യ പറയുന്ന പോലെ ഒരു സഹവർത്തിത്വത്തിലേക്ക് പോകണമെന്ന് പറയുന്ന ആളുകളും അതേ സമയത്ത് തന്നെ അങ്ങനെ പറ്റില്ല, റെവല്യൂഷനിലൂടെ മാത്രമേ, അല്ലെങ്കിൽ ഒരു അഗ്രസീവ് റെവല്യൂഷനിലൂടെ മാത്രമേ സമത്വം കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് വാദിക്കുന്ന ഒരു ചൈന സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു. അപ്പം അന്ന് പക്ഷേ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ റിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ത്യയിൽ അത് കുറച്ചും കൂടി ഡിലേ ആവുന്ന ഒരു കാരണം എന്ന് പറയുന്നത് അജയ് ഘോഷ് എന്ന് പറയുന്ന അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയാണ്. ഇന്നത്തെ നമ്മുടെ MAVBയുടെ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി. അപ്പം അദ്ദേഹം ആക്ച്വലി ഒരു മിഡിൽ ഗ്രൗണ്ട് എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പലപ്പോഴും സാധിച്ച അജയ് ഘോഷിൻ്റെ ലീഡർഷിപ്പിലാണ്. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും പ്രശ്നം വരുമ്പം പുള്ളി രണ്ട് കൂട്ടർക്കും ലെറ്റർ അയച്ച്, അല്ലെങ്കിൽ രണ്ട് കൂട്ടരെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു മിഡിൽ ഗ്രൗണ്ടിലേക്ക് എത്തിക്കുന്ന ഒരു ഇതിൽ ഭയങ്കര പങ്ക് വഹിച്ചിരുന്നു. രണ്ടാമതൊരു ഫാക്ടറായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ 57 നേരത്തെ പറഞ്ഞ 57 ഇലക്ഷൻ ആയിരുന്നു. അപ്പം ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് CPI എന്നുള്ള പാർട്ടി വരുന്നത് ആക്ച്വലി 54-55 അവരുടെ നാഷണൽ മീറ്റിങ്ങിലാണ് ആക്ച്വലി. അപ്പോൾ ആ ഒരു കോൺഫറൻസിലാണ് അവർ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ പങ്കെടുക്കുക എന്നുള്ള പറയുന്നത്. അതിന് റിസൾട്ട് 57 വന്നപ്പോൾ ഈ ക്രൂഷ്ചേവ് പറഞ്ഞ ഈ ഒരു സമാധാനപരമായ സൗഹൃദം നടക്കാൻ സാധ്യതയുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ ആളുകൾക്ക് വന്നു. അപ്പോൾ ഈ വയലൻസ് ആവശ്യമില്ല, ഇലക്ട്രൽ പൊളിറ്റിക്സിലൂടെ തന്നെ ഇവരുടെ ഒരു അല്ലെങ്കിൽ സമത്വസുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ സാധിക്കും എന്നുള്ളൊരു ഇത് വന്നു. പക്ഷേ അന്ന് നിർഭാഗ്യവശാൽ നമ്മുടെ ഈ വിമോചന സമരത്തിലൂടെ നെഹ്റു ആ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടപ്പോൾ അത് ഈ ഒരു വാദം മുന്നോട്ട് വെക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഒരു വലിയ തിരിച്ചടിയായിരുന്നു. കാരണം ഇവർ സമാധാനപരമായ സൗഹൃദത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെ സെൻട്രൽ ഗവൺമെൻറ് അതിനെ എതിർത്തുകൊണ്ട് ഇവർ ഇലക്ഷനിലൂടെ ജയിച്ച ആ വിജയം അത് തട്ടിപ്പറിക്കുന്ന ഒരു ലെവലിലേക്ക് അവരതിനെ കണ്ടു. അപ്പം അതും ഈ ഒരു റിഫ്റ്റിന് ഒരു ആക്കം കൂട്ടി എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ഇതാണ് ഗ്ലോബൽ ഒരു വ്യൂ പോയിന്റിൽ സംഭവിച്ചൊരു കാര്യം. രണ്ടാമത്തെ കാര്യം സംഭവിച്ചതെന്ന് വെച്ചാൽ 1955 ആവടി കോൺഗ്രസിൻ്റെ AICC സമ്മേളനത്തിൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ആക്ച്വലി അവർ സോഷ്യലിസ്റ്റിക് ലൈനാണ്, എക്കണോമിക്കൽ പോളിസിയാണ് ഇന്ത്യക്ക് ആവശ്യം എന്നുള്ളതിലൊരു ഒരു പ്രമേയം പാസ്സാക്കിയുണ്ടായി. അപ്പോൾ ഒരു സോഷ്യലിസ്റ്റിക് അപ്രോച്ചാണ് ഇന്ത്യക്ക് അനുകൂലമായി തീരുക എന്നുള്ളത് പറഞ്ഞപ്പം അതിനെ സോവിയറ്റ് യൂണിയൻ സ്വാഗതം ചെയ്തു. കാരണം അന്ന് സോവിയറ്റ് യൂണിയനും ആ ഒരു ലൈനിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. പിന്നെ നെഹ്റുവിന് സോവിയറ്റ് യൂണിയൻ ഒരു ചായ്വ് ഉള്ളതുകൊണ്ടും കൂടിയാണ് ആ ഒരു സോഷ്യലിസ്റ്റിക് വ്യൂ പോയിന്റ് അദ്ദേഹത്തിന് താല്പര്യമായതും ഇന്ത്യയിലും ഒരു സോഷ്യലിസ്റ്റിക് എക്കണോമി ആയിട്ട് ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവും താല്പര്യവും ആ ഒരു ആവടി കോൺഗ്രസ്സിലൂടെ അവർ മുമ്പോട്ട് വെച്ചു. അപ്പോൾ ഈ കോൺഗ്രസിനെ നമ്മൾ എവിടെ നിർത്തണം എന്നുള്ളൊരു
കാര്യത്തിലൊരു കൺഫ്യൂഷനും ഈ ഒരു റിഫ്റ്റിന് ആക്കം കൂട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റഷ്യനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, ചൈനയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, അതിൽ റഷ്യനെ സപ്പോർട്ട് ചെയ്യുന്ന സോഷ്യലിസ്റ്റിക് ആളുകൾ പൊതുവെ ഇന്നത്തെ CPI അവർ പൊതുവെ കോൺഗ്രസിനെ അത്രയ്ക്ക് ശക്തമായി എതിർക്കേണ്ടതില്ല എന്നുള്ളൊരു നിലയിലായിരുന്നു ഒരു എതിർത്തത്. കാരണം അവർ സോഷ്യലിസ്റ്റിക് ലൈനിലേക്ക് വന്നു. അത് പോരാത്തതിന് വെസ്റ്റേൺ ശക്തികളിൽ നിന്നും ഇന്ത്യനെ ലൈക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നതും കോൺഗ്രസ് ആണല്ലോ. അപ്പോൾ അവരോട് അത്രയ്ക്ക് അഗ്രസീവായിട്ട് ഇടപെടേണ്ടതില്ല എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ CPM അന്നത്തെ ലെഫ്റ്റിസ്റ്റ് ആയിരുന്ന ചൈനയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറഞ്ഞത് കോൺഗ്രസ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും സോഷ്യലിസ്റ്റ് ലൈനിലുള്ള ആളുകളാണെങ്കിൽ തന്നെയും അതെപ്പോഴും ഒരു ഫ്യൂഡൽ ഒരു ജന്മികളുടെ ഒരു പാർട്ടിയാണ്. അവർക്ക് ഒരിക്കലും പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു ഒരു പൊസിഷൻ അവർക്കുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ ഒരു റിഫ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ 62-ലെ ഇൻഡോ ചൈന വാർ വരുന്നത്. അതൊരു ഭയങ്കര ഒരു ക്ലിനിക്കൽ ഒരു പോയിന്റ് ആയിരുന്നു ഈ ഒരു സ്പ്ലിറ്റിൽ. അപ്പം ആ യുദ്ധത്തിൽ അത്ഭുതകരമായ വിധത്തിൽ CPIM ഇന്നത്തെ CPIM ചൈനയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു പൊസിഷനാണെന്ന് എടുത്തത്. CPI അവരുടെ ഇന്നത്തെ CPI അന്ന് രണ്ടും CPI ആയിരുന്നു. ഇന്നത്തെ ആ CPI പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യനെ സപ്പോർട്ട് ചെയ്ത ഒരു പൊസിഷൻ എടുത്തപ്പോൾ CPIM എടുത്ത പൊസിഷൻ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിലെ സോഷ്യലിസ്റ്റ് രാജ്യത്തിന് ഒരിക്കലും മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇന്ത്യ ആയിരിക്കാം ചിലപ്പോൾ ഈ യുദ്ധം തുടങ്ങി വെച്ചത് എന്നുള്ളൊരു ഒരു പൊസിഷനാണ് CPIM എടുത്തത്. അപ്പം ഇതും ഈ ഒരു യുദ്ധത്തോടെയാണ് ആക്ച്വലി ഈ ഒരു സ്പ്ലിറ്റ് അങ്ങോട്ട് പൂർണ്ണമായി മാറുന്നത് ആക്ച്വലി. അപ്പം ഈ രണ്ട് വിഷയങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ റഷ്യയിൽ സ്റ്റാലിന് ശേഷം ക്രൂഷ്ചേവിന്റെ പ്രസംഗത്തിലൂടെ വന്ന കാര്യങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസിനെ കുറിച്ചുള്ള അവരുടെ വ്യൂ, ഈ രണ്ട് വിഷയങ്ങളിൽ സ്പ്ലിറ്റ് ആയിരുന്ന ആളുകൾ ഇൻഡോ ചൈന വാർ വന്നതോടെ ആ സ്പ്ലിറ്റ് പൂർണ്ണമായും നമുക്കിവിടെ പറയാൻ പറ്റും. ഇതിലെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ CPM-ന്റെ ഒരു സ്റ്റാൻഡും ആയിരുന്നു. കാരണം വേറൊരു രാജ്യം നമ്മുടെ രാജ്യത്തിനെ ആക്രമിക്കുമ്പോഴും അവര് ആ രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ടെൻഡൻസിയും അങ്ങനെയൊക്കെ കാണിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ആരോൺ പറഞ്ഞ കേരളത്തിലുള്ള കേസിലും എനിക്ക് തോന്നുന്നു അവിടെയാണ് ഈ ഗൗരിയമ്മയുടെ കഥയും അല്ലെങ്കിൽ ആ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള കഥയും അങ്ങനെയൊക്കെ വരുന്നത് അതെ അല്ലേ? അതെ ഇത് ആക്ച്വലി ഒരു ആശയപരമായിട്ടുള്ള ഒരു അടിസ്ഥാനം ഈ ഒരു കെട്ടുറപ്പ് ഈ ഒരു പാർട്ടിക്ക് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പൊസിഷനിലേക്ക്, അല്ലെ നമ്മളിന്ന് അത്ഭുതത്തോടെ കാണുന്ന ഒരു പൊസിഷനിലേക്ക് ആ പാർട്ടി ആ യുദ്ധത്തിൽ പോയതിനൊരു കാരണം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇത് കേരളത്തിലും ഈ ഒരു ഇതിൻ്റെ ഒരു പ്രകമ്പനം ഉണ്ടായി. കേരളത്തിലെ പാർട്ടിയിലെ നേതാക്കന്മാരും രണ്ട് തട്ടിലാവുകയാണ് ഉണ്ടായത്. അപ്പം അന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള ശേഷം മുഖ്യമന്ത്രി അച്യുത മേനോൻ, അതുപോലെ TV തോമസ് എന്ന് പറയുന്ന നമ്മുടെ തിരുക്കൊച്ചിയുടെ പ്രതിപക്ഷ നേതാവായ TV തോമസ്, അതുപോലെ പല നേതാക്കന്മാരും ആക്ച്വലി CPIയുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ CPIയുടെ കൂടെ നിന്നപ്പം EMS നമ്പൂതിരിപ്പാട്, AKG, VS അച്യുതാനന്ദൻ, ഗൗരിയമ്മ മുതലായ ആളുകൾ CPM അല്ലെങ്കിൽ ചൈന സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു നിലപാടിലാണ് ഉറച്ചു നിന്നത്. അപ്പം അങ്ങനെ കേരളത്തിലും ഇത് രണ്ട് പാർട്ടികൾ രണ്ട് തട്ടിലാവാനായിട്ട് കാരണമായി തീർന്നു ആക്ച്വലി. അപ്പം ഇതിൽ 56 ഇലക്ഷനിൽ മന്ത്രിമാരായിരുന്ന രണ്ടുപേരാണ് TV തോമസും KR ഗൗരിയമ്മയും. ഗൗരിയമ്മയ്ക്ക് നമുക്ക് ഇന്നത്തെ കാലത്തെ ആൾക്കാർക്കും അറിയാം, കാരണം ഗൗരിയമ്മ ഈ അടുത്താണ് മരിച്ചത്. അപ്പം ഇവരുടെ കല്യാണം നടന്നത് ഇവർ മന്ത്രിമാരായതിനു ശേഷമാണ്. പാർട്ടിയാണ് കല്യാണം നടത്തി കൊടുത്തത്. അപ്പം ഇവര് ഒരേ വീട്ടിലൊക്കെ താമസിച്ച് കൊണ്ടിരുന്ന ആളുകൾ തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു സ്പ്ലിറ്റ് ഇവരുടെ ജീവിതത്തെയും ബാധിച്ചു എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ഐഡിയോളജിക്കൽ ഫൗണ്ടേഷന്റെ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കുന്നതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തൊരു സാധനമാണ്. TV തോമസ് CPIയുടെ കൂടെ നിന്നപ്പം ഗൗരിയമ്മ CPIMന്റെ കൂടെ നിൽക്കാനാണ് തീരുമാനിച്ചത്. അപ്പം അങ്ങനെ ഇവരുടെ കുടുംബത്തിൽ തന്നെ അതൊരു സ്പ്ലിറ്റിന് കാരണമായി തീർന്നു. അങ്ങനെ ഇവർ രണ്ടിനും പിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം. അപ്പം അതൊരു വളരെ രസകരമായ, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും, പക്ഷേ അതൊരു ഇൻട്രസ്റ്റിംഗ് ഒരു ഫാക്റ്റായിട്ട് നിൽക്കുന്നൊരു ചരിത്ര വസ്തുതയാണ്. തുടർന്ന് 67 അടുത്ത ഇലക്ഷൻ 67 പിന്നെ തിരിച്ച് EMS മന്ത്രിസഭ വരുമ്പം ഇവർ ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. അന്നും ഇവർ പിരിഞ്ഞായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അന്ന് ഇവർ പാർട്ടികൾ രണ്ടും ഒന്നിച്ചത് കൊണ്ട് ഇവർ പിന്നെയും അടുത്തടുത്തുള്ള ബംഗ്ലാവുകൾ താമസിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ചെയ്യുന്ന ആ രീതിയിലൊരു ഊഷ്മളമായ രീതിയിലാണ് പിന്നെയും മുമ്പോട്ട് പോയത്. പക്ഷെ 67 മന്ത്രിസഭ 2 വർഷം കഴിഞ്ഞ് പിന്നെയും വീണു. അതോടെ പിന്നെയും പിരിയുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടായി. അപ്പം അങ്ങനെ ഒരു കുടുംബത്തെ തന്നെ രണ്ടാക്കുന്ന രീതിയിൽ ആ ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് കാരണമായി തീർന്നു. പിന്നെ ഒരു രസകരമായ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ,
അപ്പം ഇവരൊക്കെ ചൈനയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ CPMന്റെ നേതാക്കന്മാരെയൊക്കെ ജയിലിലിടുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഒരു ആന്റി നാഷണൽ ലേബൽ കൊടുത്ത് ജയിലിലിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം അന്ന് CPMൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് ഈ ഒരു ലേബല് വരുന്നത് ശരിയല്ല എന്ന നിലപാടെടുത്തുകൊണ്ട് അന്നത്തെ യുദ്ധത്തിൽ പരിക്ക് പറ്റിയ ഇന്ത്യൻ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് ചോര കൊടുക്കണം, നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. അപ്പം അദ്ദേഹം ബ്ലഡ് കൊടുക്കുക ചെയ്തു. അപ്പം ഇതിനെ ആക്ച്വലി ജയിലിൽ വെച്ച് തന്നെ ചില ആളുകൾ എതിർത്തു. അതിനുശേഷം ഈ ഒരു യുദ്ധം കഴിഞ്ഞ് ഇവർ പുറത്തേന്ന് വന്നതിന് ശേഷം ഇന്ത്യൻ പട്ടാളക്കാർക്ക് ബ്ലഡ് കൊടുക്കണമെന്ന് പറഞ്ഞ അച്യുതാനന്ദനെ പാർട്ടിയിൽ തരം താഴ്ത്തുകയുണ്ടായി. അപ്പം അതിനൊരു പണിഷ്മെന്റ് കൊടുത്തു എന്നുള്ളതും ഈ ഒരു ഐഡിയോളജിയുടെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒന്ന് രണ്ട് രസകരമായ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഈ സ്പ്ലിറ്റിന്റെ ഭാഗമായിട്ട് CPM CPI ആയിട്ട് 2 പാർട്ടികളായിട്ട് മാറി. അതിനുശേഷം വന്ന ഇലക്ഷൻ എന്ന് പറയുന്നത് 65 ഇലക്ഷനാണ്. ഈ ഇലക്ഷൻ ഇവരെല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് മത്സരിച്ചത്. ഈ സമയം കൊണ്ട് തന്നെ കോൺഗ്രസും രണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ കേരള കോൺഗ്രസും കോൺഗ്രസുമായി മാറിയിരുന്നു. അപ്പം എല്ലാവരും അവരുടെ ബലങ്ങൾ പരീക്ഷിക്കുന്ന ഒരു ഇലക്ഷനായിരുന്നു. ഈ ഇലക്ഷൻ്റെ റിസൾട്ട് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തെ വളരെ അധികം സ്വാധീനിച്ചൊരു ഇലക്ഷൻ റിസൾട്ടാണ്. ഈ ഇലക്ഷനിൽ ആക്ച്വലി EMS, AKG മുതലായ നേതാക്കന്മാരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടും ഇവർക്ക് നാട്ടുകാരുടെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിലുള്ള ഒരു ബന്ധങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ EMSന്റെ കുറച്ച് ബുദ്ധിപരമായ നീക്കങ്ങളും അതിലുണ്ടായിട്ടുണ്ട്. അവർ ആക്ച്വലി അൺഒഫീഷ്യലി കേരള കോൺഗ്രസ് ആയിട്ടും മുസ്ലിം ലീഗായിട്ടൊക്കെ ഒരു അലയൻസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പം ഇങ്ങനെ ചില കാര്യങ്ങൾ സംഭവിച്ചതുകൊണ്ട് അന്നത്തെ ഇലക്ഷന് ശേഷം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി തീർന്നത് CPM ആണ്. CPI 3 സീറ്റിലേക്ക് ഒതുങ്ങി പോകുന്ന ഒരു ഭയങ്കര ദുഃഖകരമായ ഒരു സാഹചര്യം ആ ഇലക്ഷനുണ്ട്. അപ്പം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങളാണെന്ന് CPMന് പറയാൻ ആ ഇലക്ഷൻ റിസൾട്ട് കാരണമായി തീർന്നു എന്നുള്ളതും ഒരു ചരിത്ര വസ്തുതയാണ്. അപ്പം അങ്ങനെ CPM ശക്തമാവുകയും CPI കുറച്ച് വീക്കായി പോവുകയും ചെയ്തു ആ ഒരു ഇലക്ഷൻ റിസൾട്ടോടുകൂടി. ഇത് കഴിഞ്ഞിട്ട് മുന്നോട്ടേക്ക് നമ്മൾ പോകുമ്പോൾ രണ്ടാമത്തെ ഇലക്ഷൻ വരുന്നുണ്ട്. ആ രണ്ടാമത്തെ ഇലക്ഷനും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടുണ്ടായതാണ് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഉണ്ടാവുന്നത് തന്നെ. ആ ഇലക്ഷനോടനുബന്ധിച്ചിട്ടും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ജാവേദ്, ആ ഒരു ചരിത്രം കൂടി പറയുമോ? കാരണം ഇന്ന് കേരള കോൺഗ്രസും KM മാണിയൊക്കെ നമ്മൾ പൊതുവെ പറയുന്ന വലിയ നേതാക്കന്മാരും അല്ലെങ്കിൽ കേരളത്തിന്റെ പൊളിറ്റിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരൊക്കെയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഉണ്ടാവുന്നതും അതിന്റെ ഒരു ചരിത്രം കൂടി ഒന്ന് പറയൂ. അപ്പോൾ നമ്മൾ കേരള കോൺഗ്രസിന്റെ രൂപീകരണത്തെ പറ്റി പറയണമെങ്കിൽ നമ്മൾ കേരളത്തെ അല്ല രണ്ടാമത്തെ ഇലക്ഷനിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങണം. ഞാൻ നേരത്തെ പറഞ്ഞു 1959 നമ്മുടെ പ്രസിഡൻസ് റൂൾ വരുന്നത്. അത് കഴിഞ്ഞിട്ട് 1960 സെക്കൻഡ് ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഇലക്ഷനിൽ ഒന്ന് രണ്ട് ഫൺ ഫാക്ട്സ് എന്താന്ന് വെച്ചാൽ കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബാലറ്റ് പേപ്പർ യൂസ് ചെയ്യുന്ന ഇലക്ഷനാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ പറയാവുന്നതാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് EVM യൂസ് ചെയ്തതും കേരളത്തിലാണ്. അത് 1982 പറവൂർ മണ്ഡലത്തിൽ നടന്ന ഒരു ബൈ ഇലക്ഷനിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് EVM യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഇലക്ഷനിൽ അന്നത്തെ കോൺഗ്രസ് അപ്പൊ ഉണ്ടായിരുന്ന CPI അല്ലാത്ത പ്രധാനപ്പെട്ട പാർട്ടികളായിട്ട് ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി വരുന്നുണ്ട്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും വരുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഇലക്ഷൻ കോൺടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു തമാശ എന്താന്ന് വെച്ചാൽ, ഇതിന് തൊട്ടുമുമ്പത്തുള്ള 1957 ഇലക്ഷനിൽ ജവഹർലാൽ നെഹ്റു കേരളത്തിൽ വന്നിട്ട് കോൺഗ്രസിന് വേണ്ടി പ്രചരണം നയിക്കുമ്പോൾ മുസ്ലിം ലീഗിന് ചത്ത കുതിര എന്ന് വിളിക്കുന്നുണ്ട്. ആ വിളിച്ച പാർട്ടി തന്നെയാണ് പിന്നെ അടുത്ത ഇലക്ഷനിൽ അവര് കൈകോർക്കുന്നു എന്നുള്ളൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഈ ഇലക്ഷൻ 1960 നടക്കുന്ന ഈ ഇലക്ഷനാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രീ പോൾ അലയൻസ് ഉണ്ടായിട്ടുള്ള ഇലക്ഷൻ. അത് കോൺഗ്രസും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം കൂടി ഉള്ള അലയൻസ്. അപ്പൊ ഈ ഇലക്ഷനിൽ ഈ കോൺഗ്രസ് രൂപീകരിച്ച അലയൻസ് നല്ലൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നുണ്ട്. കോൺഗ്രസ് ഏകദേശം 60ഓളം സീറ്റുകളും മറ്റുള്ള പാർട്ടികൾക്കെല്ലാം ആയിട്ട് നല്ലൊരു ഭൂരിപക്ഷമുണ്ട്. CPIന് വളരെ സീറ്റുകൾ കുറഞ്ഞു. പക്ഷേ വിമോചന സമരത്തിന് ശേഷമുള്ള ഒരു ബാക്ക്ലാഷ് ആയിരിക്കാം 20ഓളം സീറ്റിലോട്ട് CPI ഒതുങ്ങുന്നുണ്ട്. അപ്പം ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കേരളത്തിലൊരു സാമുദായികമായിട്ട് പാർട്ടികളുടെ വോട്ട് ബേസ് ഒരു ക്രിസ്റ്റലൈസ് ചെയ്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ കോൺഗ്രസ് നോക്കുകയാണെങ്കിൽ, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി
നായർ കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പാർട്ടിയായിട്ട് മാറി. CPI എന്ന് പറയുന്നത് ഈഴവ വോട്ട് ബേസിന്റെ ഒരു പാർട്ടിയായിട്ടും ആം, ഒരു ഡിവിഷൻ വരുന്നുണ്ട്. അത് ഇന്നും ഏകദേശം ആ ഒരു ഡിവിഷൻ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ BJP കൂടി വന്നപ്പോൾ ഈ നായർ വോട്ട് ബേസിനും ഈഴവ വോട്ട് ബേസിനും കുറച്ച് വോട്ട് അവർക്കും പോകുന്നുണ്ട്. യാ അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഒരു ഡിവിഷനും കൂടി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പം ഈ പാർട്ടി വരുന്നു. ഇതിൻ്റെ അകത്തുള്ള വേറെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടുകൾ എന്താന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ ഇനീഷ്യലി അതിന്റെ മുമ്പേ മുസ്ലിം ലീഗിനോട് അവർക്കൊരു പ്രതിപത്തി ഉണ്ടായിരുന്നു. ഉം, അപ്പോ ഉം, ആ, അവരെ ആദ്യം മന്ത്രിസഭയിലോട്ട് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് വിസമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നീട് ചർച്ചകൾക്ക് ശേഷം അവരെ ഒരു സ്പീക്കർ റൂള് കൊടുക്കുന്നുണ്ട്. മുസ്ലിം ലീഗിന് സ്പീക്കർ റൂള് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്പീക്കർ റൂള് ഉം. കൊടുക്കുന്നത് അവരുടെ അന്നത്തെ സമുദായ നേതാവ് CD സാഹിബിനെയാണ് ആ പോസ്റ്റിലോട്ട് കൊണ്ടുവരുന്നത്. ആ സമയത്ത് ഉണ്ടായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അപ്പോഴൊക്കെ ഒരു സ്പീക്കർ റോൾ എടുക്കുമ്പോൾ സ്പീക്കറായിട്ട് എലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് അവരുടെ പാർട്ടിയിൽ നിന്ന് അംഗത്വം രാജിവെക്കണം. അപ്പോൾ ഉം. ഈ ഉം. CD സാഹിബ് മരിച്ചതിന് ശേഷം അവരുടെ CH മുഹമ്മദ് കോയ സ്പീക്കറായിട്ട് എലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ എലക്ഷന് മുമ്പ് തന്നെ ലീഗ് അവരോട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് അംഗത്വം ആ, അവസാനിപ്പിച്ചതിന് ശേഷം മാത്രമേ ഇലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഡിമാൻഡ് ലീഗിനോടൊന്ന് അവർ വെക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് അന്നും കോൺഗ്രസ് മുസ്ലിം ലീഗ് ഒരു 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 വർഗീയ സംഘടനയാണ്, ഒരു പാർട്ടിയാണെന്നുള്ളൊരു ആ, ഒരു അഭിപ്രായം അന്ന് കോൺഗ്രസിന് മൊത്തത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഉം. അങ്ങനെ ആ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ മുന്നണി അധിക ഭരണത്തിൽ വരുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് ആണ് അതിലെ മേജർ പാർട്ടി എന്നുണ്ടെങ്കിൽ പോലും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പട്ടം താണുപിള്ളയാണ് അവർ ചീഫ് മിനിസ്റ്റർ ആക്കുന്നത്. അപ്പോൾ ഉം. അത് അവരുടെ മുമ്പിലുള്ള പ്രീപോൾ അലയൻസ് ഉണ്ടായതുകൊണ്ടും അവർ അതിന് മുമ്പുള്ള ഒരു അഗ്രിമെന്റിന്റെ പുറത്തും അവർക്ക് അതിന്റെ ചീഫ് മിനിസ്റ്റർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ പട്ടം താണുപിള്ള ആ ഒരു പൊസിഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഭരണം കുറച്ചുകൂടി അതോറിറ്റേറ്റീവ് ആയിരുന്നു, ഏകാധിപത്യപരമായിരുന്നു എന്നുള്ള വലിയ പരക്കൊരു ആക്ഷേപം വന്നു. അത് പുള്ളിക്കാരൻ മറ്റുള്ള ഘടകകക്ഷികൾക്കൊന്നും വേണ്ട രീതിയിലുള്ള പ്രാതിനിധ്യം ഭരണത്തിൽ കൊടുക്കുന്നില്ല എന്നുള്ളൊരു ഒരു വലിയതായിട്ടൊരു അക്യൂസേഷൻ വന്നപ്പോൾ അവരുടെ കോൺഗ്രസിന് ആ സമയത്തുള്ള കേന്ദ്ര നേതൃത്വം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പട്ടം താണുപിള്ളയെ പഞ്ചാബിലോട്ട് ഗവർണറായിട്ട് വിടുന്നുണ്ട്. പട്ടം ഉം. താണുപിള്ള പഞ്ചാബിലോട്ട് ഗവർണറായിട്ട് വിട്ടപ്പോൾ ഒബ്വിയസ്ലി കോൺഗ്രസിന് അവിടെ ചീഫ് മിനിസ്റ്റർഷിപ്പ് കിട്ടി. അപ്പോൾ പട്ടം താണുപിള്ള ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ശങ്കർ ആയിരുന്നു അപ്പോൾ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശങ്കറിനെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ എന്നുള്ളതിൽ നിന്ന് ചീഫ് മിനിസ്റ്റർ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഉം. അപ്പോൾ ആ സമയത്ത് തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു PT ചാക്കോ എന്നാണ്. PT ചാക്കോ ആയിരുന്നു അന്ന് ആഭ്യന്തര മന്ത്രി, ഹോം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തൊരു കാസ്റ്റ് ഇക്വേഷൻ പറയുകയാണെങ്കിൽ ശങ്കർ എന്ന് പറയുന്നത് ഈഴവ സമുദായത്തിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു. അപ്പോൾ നമുക്ക് പറയാം ആ സമയത്തുള്ള കാസ്റ്റ് ഇക്വേഷൻ പറയുമ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയേക്കാൾ കൂടുതൽ പ്രാതിനിധ്യം നായർ കമ്മ്യൂണിറ്റിക്കായിരുന്നു കോൺഗ്രസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഉം. അന്ന് NSSന്റെ നായർ സർവീസ് സൊസൈറ്റിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള മന്നത്ത് പത്മനാഭൻ നായർ കമ്മ്യൂണിറ്റിക്ക് പ്രോപ്പറായിട്ട് പ്രാതിനിധ്യം കോൺഗ്രസിൽ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 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 കലഹം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒരു എപ്പിസോഡ് അവിടെ നടക്കുന്നു. എന്നിരുന്നാൽ പോലും ആഭ്യന്തരമന്ത്രിയായിട്ട് PT ചാക്കോയും മുഖ്യമന്ത്രിയായിട്ട് ശങ്കറും ഉണ്ടായിരുന്നു. അവരൊരു ഭയങ്കര പവർഫുൾ പോളായിട്ട് മാറുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ മോഡി, അമിത്ഷാ ധ്രുവം പോലെയൊക്കെ അവർ മാറുന്നുണ്ട്. അപ്പോൾ ഇത് വന്നപ്പോഴ് പാർട്ടിയും ഗവൺമെന്റും രണ്ടായിട്ട് ഭയങ്കര ഒരു ഫൈറ്റ് വരുന്നു. കാരണം കോൺഗ്രസ്സിൽ പാർട്ടിക്ക് വലിയ റോളൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പാർട്ടി ചീഫ് മിനിസ്റ്ററിനെയും ഹോം മിനിസ്റ്ററിനെയും അഗെയിൻസ്റ്റ് ആയിട്ട് റിവോൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അവരൊരു സ്ട്രോങ് പൊസിഷനിലോട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലോട്ട് വന്നു. ഇതിന്റെ ഇടയിലാണ് ഒരു പീച്ചി ഇൻസിഡന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നടക്കുന്നത്. എന്താന്ന് വെച്ചാൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള PT ചാക്കോ അദ്ദേഹത്തിന്റെ ഒരു യാത്രയുടെ ഭാഗമായിട്ട് തൃശ്ശൂർ വെച്ച് ഒരു അപകടം നടക്കുന്നുണ്ട്. ഈ അപകടം നടക്കുമ്പോൾ അപകടം നടന്നതിന് ശേഷം വണ്ടി നിർത്താതെ പോയി എന്നുള്ളതാണ് അക്യൂസേഷൻ. അപ്പോൾ എന്തുകൊണ്ട് അയാൾ അദ്ദേഹം നിർത്തിയില്ല എന്ന് പറയുന്നതിന് കാരണമായിട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ അന്ന് വാഹനത്തിൽ ഒരു അന്യ സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു എന്നൊരു അക്യൂസേഷനിലാണ് പറയുന്നത്. അപ്പൊ ഇത് ഭയങ്കരമായിട്ടൊരു കോളുകൾക്ക് സൃഷ്ടിച്ചു.
അത് അന്നൊരു ഇമ്മോറൽ ഇവന്റ് ആണെന്നും ആ, ഉം, അന്നത്തെ ആഭ്യന്തരമന്ത്രിക്ക് അങ്ങനെ ഒരു ഇല്ലിസിറ്റ് അഫെയർ ഉണ്ടെന്ന രീതിയിൽ അത് പരക്കെ ഉയർന്നു. ഇതില് ആ, സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഇങ്ങനൊരു ഇൻസിഡന്റ് നടന്നപ്പോ പിന്നെ ആ, ഈ വിഷയം അടുത്ത നിയമസഭയിൽ വന്നപ്പോൾ ഒപ്പോസിഷൻ മാത്രമല്ല, അന്ന് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ പുള്ളിക്കാരനെ എതിർത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ അകത്ത് വന്നു. അത് പുള്ളി ചെയ്തത് വളരെ മോശം കാര്യമായി എന്നെല്ലാം പറഞ്ഞിട്ട് പുള്ളിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരുപാട് അക്യൂസേഷൻസ് പാർട്ടി സപ്പോർട്ടേഴ്സിന്റെ അടുത്ത് തന്നെ വന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഒരു തമാശ എന്താന്ന് വെച്ചാൽ, ഈ സമയത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പ്രഹ്ലാദൻ എന്ന് പറഞ്ഞിട്ടൊരു കോൺഗ്രസ് ഒരു വ്യക്തി ആ, ഇദ്ദേഹത്തിന് അഗെയിൻസ്റ്റ് നിയമസഭയിൽ ഒരു നിരാഹാര സമരം തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഇതിന് ചോദിച്ചപ്പോൾ പറയുന്നത്, മഹാത്മാഗാന്ധി എന്നോട് സ്വപ്നത്തിൽ വന്നു ഇങ്ങനെ ഒരു നിരാഹാര സമരം നടത്താൻ പറഞ്ഞു എന്ന് ആണ് പറയുന്നത്. ഇതില് പി ടി ചാക്കോനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു പ്രശ്നം നടന്നപ്പോൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആർ ശങ്കർ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പൊ ആർ ശങ്കർ അയാളെ കൂടെ നിന്നില്ല എന്നുള്ളത് പി ടി ചാക്കോ വളരെ വിഷമം ഉണ്ടാക്കി. പി ടി ചാക്കോ അങ്ങനെ എന്ത് ചെയ്തു, മന്ത്രിസഭയിൽ നിന്ന് പിൻവാങ്ങിയിട്ട് റിസൈൻ ചെയ്തിട്ട് അദ്ദേഹം ഒഴിയുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ തൊഴിലായ ലോയറായിട്ട് അദ്ദേഹം പിന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ പക്ഷേ അതിനുശേഷം ഇയാൾ കുറച്ച് കഴിഞ്ഞ് ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തെ മരണം പിന്നെ അന്നൊരു കോൺഗ്രസ് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. അപ്പോൾ ഇദ്ദേഹം മരിച്ചത് എന്തുകൊണ്ടാണെന്ന് ആ, പലവരും പറയുന്നത്, ഇദ്ദേഹത്തിന് അഗെയിൻസ്റ്റ് നമ്മുടെ ആർ ശങ്കർ കൂടോത്രം ചെയ്തു എന്നുള്ളൊരു പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഈ ഒരു റിസൈൻ ചെയ്തത് ഭയങ്കര മനോവിഷമം കൊണ്ടും സ്ട്രെസ് ആയതുകൊണ്ടാണ്, അതിന്റെ വിഷമം കൊണ്ടാണ് മരിക്കുന്നതെന്നെല്ലാം ആ, ഓ- എല്ലാം ഒരു തരത്തിലും ഇവരെ ചാക്കോനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്നുണ്ട്. അപ്പോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് ഉം, ഇവിടെ പാർട്ടിയുടെ അകത്ത് തന്നെ കുറച്ചു ആർ ശങ്കർ ഡുവോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു അസംതൃപ്തി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവര് കൂടി അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ കൂടെ ഈ പി ടി ചാക്കോനെ ഇതിൽ നിന്ന് പുറത്താക്കിയതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സപ്പോർട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു, അന്നത്തെ സർക്കാരിന് എഗെയിൻസ്റ്റ് വലിയൊരു പ്രതിഷേധം തന്നെ ആ, തുറന്നു വിടുന്നുണ്ട്. യാ ഇതിന്റെ കൂടെ വേറൊരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു. ചാക്കോ മിനിസ്ട്രിന്ന് റിസൈൻ ചെയ്തപ്പോൾ ആ ഒരു പൊസിഷനിലോട്ട് വരാൻ ആ, അന്ന് കൂടുതൽ സാധ്യത ഉണ്ടായിരുന്ന കെ എം ജോർജ് എന്ന് പറഞ്ഞൊരു കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാതെ തൊമ്മൻ എന്ന് പറഞ്ഞൊരു കോൺഗ്രസ്സുകാരനെ അക്കോമഡേറ്റ് ചെയ്തത് ഈ കെ എം ജോർജിനെ ആർ ശങ്കറിന് അഗെയിൻസ്റ്റ് ഒരു അസംതൃപ്തി ഉണ്ടാക്കിയും അദ്ദേഹം ചാക്കോ ഗ്രൂപ്പിന്റെ കൂടെ ചേരുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഒരു ചാക്കോയുടെ സ്ട്രോങ് സപ്പോർട്ടർ ആവുന്നത് കേരള കോൺഗ്രസ് രൂപീകരണത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്ന ഒരാളുമായിട്ട് മാറുന്നുണ്ട്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞതില് ചാക്കോ മരിച്ചതിന് ശേഷം പിന്നീട് ഒരു കേരള കോൺഗ്രസ് രൂപീകരിക്കുന്ന ഒരു വലിയൊരു മുറവിളിയും എല്ലാം ഈ ചാക്കോയുടെ സപ്പോർട്ടേഴ്സിന്റെ അടുത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ചാക്കോ സപ്പോർട്ടേഴ്സിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ സപ്പോർട്ട് വന്നപ്പോൾ ഏകദേശം 1965 കോട്ടയത്ത് വെച്ചിട്ട് കെ എം ജോർജിന്റെയും ആർ ബാലകൃഷ്ണന്റെയും നേതൃത്വത്തില് മന്നത്ത് പത്മനാഭന്റെ ആശീർവാദത്തോടെ കേരള കോൺഗ്രസ് രൂപീകരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ തന്നെ ഇവര് പി ടി ചാക്കോയുടെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ഒരു 15 MLA-മാര് ഭരണപക്ഷത്തിന്റെ തന്നെ അവരൊരു സെപ്പറേറ്റ് ബ്ലോക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇവര് അന്നത്തെ സർക്കാരിന്, ആർ ശങ്കറിന്റെ സർക്കാരിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുകയും ആ അവിശ്വാസ പ്രമേയത്തിൽ ആ സർക്കാരിന് അതിന് അഗെയിൻസ്റ്റ് തോറ്റുപോയും ആ സർക്കാർ താഴെ വീഴുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പി ടി ചാക്കോയുടെ മരണത്തിന് ശേഷം പി ടി ചാക്കോട് കാണിച്ച അനാദരവിൻ എന്നൊരു എപ്പിസെന്ററിലാണ് ശരിക്കും കേരള കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത്. പിന്നെ നമ്മൾ പൊതുവെ കേരള കോൺഗ്രസിനെ പറ്റി പറയുമ്പോൾ കേരള കോൺഗ്രസിന്റെ തന്നെ ഒരു പ്രധാന നേതാവായിട്ടുള്ള കെ എം മാണി പറയുന്നത്, വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണെന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മള് 1965 രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് പിളർപ്പും യോജിച്ചേരലും എല്ലാം കയറി വന്ന പാർട്ടിയാണ്. ഏറ്റവും അവസാനമായിട്ട് എനിക്ക് തോന്നുന്നു പിളർപ്പ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് സെക്യുലർ എന്ന് പറഞ്ഞിട്ട് പി സി ജോർജ് ഒരു പാർട്ടി ഉണ്ടാക്കി. അതിനു മുമ്പ് കേരള കോൺഗ്രസ് ജേക്കബ്, കേരള കോൺഗ്രസ്
മാണി, കേരള കോൺഗ്രസ് ജോസഫ്, ഇങ്ങനെ ഒരുപാട് ഉം, പിളർപ്പുകളോടെയും എല്ലാമാണ് ഈ പാർട്ടി വന്നിട്ടുള്ളത്. അങ്ങനെ ആ, ഇങ്ങനെയാണ് കേരളത്തിൽ അന്നൊരു കേരള കോൺഗ്രസ് എന്നൊരു ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി ആ, നിലവിൽ വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയായിരിക്കും അല്ലേ? അപ്പോ അടിയന്തരാവസ്ഥ സമയത്ത് ഉണ്ടായ പ്രശ്നങ്ങളും നമ്മൾ പൊതുവെ കുറെയിടത്ത് വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ ആദ്യത്തെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് സ്വഭാവമൊക്കെ ഇന്ത്യ കാണിച്ചു തുടങ്ങിയ ഒരു സമയമാണെന്ന് നമ്മൾ പറയാറുണ്ട്. ആ ഒരു കാലത്ത് ഉണ്ടായ കേരളത്തിലുള്ള പൊളിറ്റിക്സും അടിയന്തരാവസ്ഥയോടനുബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന എന്തൊക്കെയാണ് മാറ്റങ്ങൾ കേരളത്തിലുണ്ടായത് എന്നൊന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമോ ആരോൺ? യാ ആഹ്, ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് കേരള പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ രസകരമായൊരു ഒരു കാലഘട്ടം കൂടിയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 65 ഇലക്ഷന് ശേഷം CPM കേരളത്തിൽ കൂടുതൽ ശക്തമായി മാറുകയും CPIക്ക് വളരെ കുറച്ച് സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വരികയും ചെയ്തതിന് ശേഷം ആഹ്, ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്നത് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുമെന്നുള്ളൊരു ആശയം വന്നതുകൊണ്ട് 1967 ഇലക്ഷനിൽ പല പാർട്ടികൾ ഒന്നിച്ച് കൂടി ഒരു മുന്നണി ഉണ്ടാക്കുകയുണ്ടായി. അതിനെ വിളിക്കുന്നത് സപ്തകക്ഷി മുന്നണി എന്നാണ് കേരള ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഒരു 7 പാർട്ടികൾ ചേർന്നിട്ടാണ് ആ ഒരു മുന്നണി ഉണ്ടാക്കുന്നത്. അപ്പം ഈ സപ്തകക്ഷി മുന്നണി കോൺഗ്രസും പിന്നെ കേരള കോൺഗ്രസും അങ്ങനെ 3 ഗ്രൂപ്പായിട്ടാണ് മത്സരിക്കുന്നത്. ഈ സപ്തകക്ഷി മുന്നണി ആ ഇലക്ഷന് തൂത്തുവാരിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അന്ന് 133 സീറ്റിലേക്ക് കേരളത്തിലെ മണ്ഡലങ്ങൾ ഉയർന്നിരുന്നു. അതിൽ 117 സീറ്റുകൾ ഈ സപ്തകക്ഷി മുന്നണി ജയിക്കുകയുണ്ടായി. ഇത് CPM, CPI അതുപോലെ മുസ്ലിം ലീഗ് മുതലായ പാർട്ടികളൊക്കെ ഇതിനുണ്ടായിരുന്നത്. അതിൽ തമാശ എന്ന് പറയുന്നത് ഈ മുസ്ലിം ലീഗും ഈ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന് വളരെ എതിരായിരുന്നു. പക്ഷേ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരും ഈ ഒരു മുന്നണിയുടെ ഭാഗമായി തീർന്നു എന്നുള്ളത് രസകരമായ സംഭവമാണ്. അന്ന് കോൺഗ്രസ് 9 സീറ്റിലേക്കും കേരള കോൺഗ്രസ് 5 സീറ്റിലേക്കും ഒതുങ്ങി. അന്ന് ഉയർന്നു വന്നൊരു നേതാവാണ് ആക്ച്വലി കരുണാകരൻ എന്ന് പറയുന്നത്. കരുണാകരൻ അതുവരെ ഒരു സാധാരണ ജില്ലാ തലത്തിലുള്ളൊരു നേതാവായിരുന്നു. പക്ഷേ ആ ഇലക്ഷന് പല ഉന്നതരും തോറ്റത് കൊണ്ട് ആഹ്, ആഹ്, നിയമസഭയിൽ ഒരു ശക്തനായ ഒരു ഒപ്പോസിഷൻ ലീഡർ ഉണ്ടാവാത്തൊരവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ ആ സമയത്ത് KPCCന്റെ പ്രസിഡന്റ് ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അതുകൊണ്ട് ഈ ജാതി മത സമവാക്യങ്ങളും കൂടെ കോൺഗ്രസ് നോക്കിയിട്ട് അന്നൊരു ജില്ലാ നേതാവായിരുന്ന കരുണാകരനെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കി. അങ്ങനെ ആ ഒരു സർക്കാരോടെയാണ് കരുണാകരൻ സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലെ പൊളിറ്റിക്സിലൊരു മുടിചൂടാ മന്നനായിട്ട് മാറുന്ന ഒരു തുടക്കം അവിടെ നിന്നാണ് സംഭവിക്കുന്നത്. അദ്ദേഹം ഒരു ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവുമായിരുന്നു ആ സമയത്ത്. ഈ ഒരു ഗവൺമെൻറ് CPMും CPIയും ചേർന്ന് രൂപീകരിച്ചെങ്കിലും ഇവർ തമ്മിൽ ഐഡിയോളജിക്കലായിട്ടുള്ള സ്പ്ലിറ്റും പേഴ്സണലായിട്ടുള്ള സ്പ്ലിറ്റും അതിൻ്റെ ഒരു അലയൊലികൾ ആ മന്ത്രിസഭയിലും കാണുന്ന അവസ്ഥയുണ്ടായിരുന്നു. സാധാരണ ഗവൺമെന്റിന്റെ വെളിയിൽ നിന്നാണ് എതിർപ്പ് വരുന്നതെങ്കിൽ ഇവിടെ ഗവൺമെന്റിനുള്ളിൽ നിന്ന് തന്നെ ഭയങ്കര ശക്തമായ എതിർപ്പുകൾ വരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ആക്ച്വലി CPM CPIനെ കുറ്റം പറയുന്നു, CPI CPMനെ കുറ്റം പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അഴിമതി ആരോപണങ്ങൾ വരുന്നു. അങ്ങനെ വളരെ കലുഷിതമായ ഒരു അവസ്ഥയിലൂടെയായിരുന്നു അന്നത്തെ ഗവൺമെന്റ് പൊയ്ക്കൊണ്ടിരുന്നത്. അതേ സമയത്ത് തന്നെ നമ്മളിന്ന് പലപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് വലിയേട്ടൻ കളി എന്ന് കേൾക്കാറുണ്ടായിരിക്കും. ഈ CPMന് അന്ന് ആ വാക്ക് മെയിനായിട്ട് കോയിൻ ചെയ്ത് വന്നത് ആ സമയത്താണ്. ഒരു ബിഗ് ബ്രദർ ഒരു ആക്റ്റായിരുന്നു, ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു CPMനുണ്ടായിരുന്നത്. അപ്പോൾ അതിനെതിരെ CPIക്കാണെങ്കിലും മറ്റ് ഘടകകക്ഷികൾക്ക് PSP അതുപോലെ ലീഗിനൊക്കെ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് അവരെല്ലാവരും ഈ CPMനെതിരെ തിരിയുന്നൊരവസ്ഥ വന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് ആ സമയത്ത് ഇവരോട് രഹസ്യമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു ഒരു റെസല്യൂഷൻ നിയമസഭയിൽ കൊണ്ടുവരുന്ന അവസ്ഥയുണ്ടായി. ഈ റെസല്യൂഷൻ കൊണ്ടുവന്ന സമയത്ത് ഈ റെസല്യൂഷൻ ഒപ്പോസിഷൻ പാർട്ടി കൊണ്ടുവന്നതാണെങ്കിൽ പോലും ഈ CPI അതുപോലെ PSP മുസ്ലിം ലീഗ് എല്ലാവരും ഈ റെസല്യൂഷൻ സപ്പോർട്ട് ചെയ്തിട്ട് ഗവൺമെന്റിന് ഭൂരിപക്ഷം അല്ലെങ്കിൽ ഗവൺമെന്റ് ആ റെസല്യൂഷനിൽ തോക്കുന്നൊരവസ്ഥ വന്നു. അപ്പോൾ റെസല്യൂഷൻ തോറ്റത് കൊണ്ട് സ്വാഭാവികമായിട്ടും ആ പാർട്ടിക്ക് അല്ലെങ്കിൽ ആ CPMന് അല്ലെങ്കിൽ ആ സർക്കാരിന് സപ്പോർട്ടില്ല എന്നുള്ളൊരു ഒരു ഇന്റർപ്രിട്ടേഷൻ വന്നതുകൊണ്ട് EMS നമ്പൂതിരിപ്പാട് ഗവൺമെന്റിനെ പിരിച്ചുവിടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ 67 വീണ്ടും അധികാരത്തിൽ വന്ന EMS 69 ആയപ്പോഴത്തേക്കും വീണ്ടും റിസൈൻ ചെയ്യേണ്ടൊരവസ്ഥ വന്നു. അന്ന് പക്ഷേ 69 CPIയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ മുമ്പോട്ട് വരാനായിട്ട് ഈ മുസ്ലിം ലീഗും അതുപോലെ മറ്റ് ചില പാർട്ടികളും സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കോൺഗ്രസും വെളിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വന്നു. അങ്ങനെ അച്യുത മേനോൻ
അങ്ങനെയാണ് മുഖ്യമന്ത്രി ആവുന്നത്. അന്ന് CPIയിൽ ഉണ്ടായിരുന്ന മേജർ 2 നേതാക്കന്മാരിൽ നിന്ന് TB തോമസും അതുപോലെ MN ഗോവിന്ദൻ നായരും എന്ന 2 നേതാക്കന്മാരായിരുന്നു. അവരെ ഈ EMS നമ്പൂതിരിപ്പാട് റിസൈൻ ചെയ്തതിന് മുമ്പ് അവർക്കെതിരെ ഒരു അഴിമതി ആരോപണത്തിന് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മുഖ്യമന്ത്രി ആവാൻ സാധിച്ചില്ല. അതുകൊണ്ട് രാജ്യസഭയിൽ MP ആയിരുന്ന അച്യുതമേനോനെ വിളിച്ചു വരുത്തി മുഖ്യമന്ത്രി ആക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലാണ് ആദ്യമായിട്ട് മുസ്ലിം ലീഗിന് ഒരു മന്ത്രി ഉണ്ടാവുന്നത്. അപ്പം അതും ആദ്യമായിട്ട് കേരള ചരിത്രത്തിൽ മുസ്ലിം ലീഗിന് മന്ത്രി ഉണ്ടാവുന്നത് അച്യുതമേനോൻ മന്ത്രിസഭയിലാണ്. അവരുടെ ഏറ്റവും ഒരു ഐക്കോണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് പറയുന്നത് ഈ ലാൻഡ് റിഫോം ആക്ട് നടപ്പിലാക്കി എന്നുള്ളതാണ്. 57 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കൊണ്ടുവന്നു. 60 കോൺഗ്രസ് ഗവൺമെന്റ് അതിൽ റിഫോർമേഷൻ വരുത്തി. അത് പക്ഷെ നടപ്പിലാക്കാനുള്ള ഭാഗ്യം കിട്ടിയത് അത് കൊണ്ടുവന്ന CPM-നല്ല, അതിനെ എതിർത്തിരുന്ന കോൺഗ്രസിനും CPI-ക്കുമാണ് എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ അതേ സമയത്ത് കോൺഗ്രസ് വെളിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഗവൺമെന്റിന് നാട്ടുകാരുടെ സപ്പോർട്ടില്ല എന്നൊരു ആരോപണം CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അച്യുതമേനോൻ എന്തെന്ന് വെച്ചാൽ അച്യുതമേനോൻ സർക്കാരിനെ പിരിച്ചുവിട്ടിട്ട് ഗവർണറോട് പുതുതായിട്ട് ഇലക്ഷൻ നടത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. അങ്ങനെ 1970 ഒരു ഇലക്ഷൻ നടക്കുകയുണ്ടായി. ആ ഇലക്ഷന് കോൺഗ്രസും CPI-യും മുസ്ലിം ലീഗും RSP PSP മുതലായ പാർട്ടികളെല്ലാം ഒന്നിച്ചേർന്ന ഒരു അലയൻസ് ആയിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതാണ് CPI-യും കോൺഗ്രസും തമ്മിൽ അലയൻസ് ഉണ്ടാക്കി കേരളത്തിൽ മത്സരിച്ച ആദ്യ ഇലക്ഷൻ എന്ന് പറയുന്നത്. അതും വളരെ ചരിത്രപരമായ സംഭവമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്നൊരു പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചു ചേർന്ന് ഒരു ഇലക്ഷന് നേരിട്ട് അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരിക എന്നുള്ളത്. ഇനി വേറെ രസകരമായ സാധനം എന്ന് പറയുന്നത് അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന മുന്നണി തന്നെയാണ് അധികാരത്തിൽ വന്നതെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മളിന്ന് പറയും തുടർഭരണം പിണറായി വിജയന് കിട്ടിയത് ശരിയാണ്. അത് നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണുന്നില്ല. കാരണം വ്യക്തമായിട്ട് 5 വർഷം ഭരിച്ചതിന് ശേഷം തുടർഭരണം കിട്ടിയ വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. പക്ഷേ ഒരു തരത്തിൽ ഒരു തുടർഭരണം ആദ്യമായിട്ട് സംഭവിക്കുന്നത് 70-ലാണ്. 69 അച്യുതമേനോൻ ഗവൺമെന്റ് തന്നെയാണ് 70 പിന്നെയും വരുന്നത്. ആ 70-ലുള്ള ഇലക്ഷനിൽ ഈ മുന്നണി ജയിക്കുകയും അതോടെ അച്യുതമേനോൻ ഗവൺമെന്റ് പിന്നെയും വരികയും ചെയ്തു. അന്ന് ആക്ച്വലി കോൺഗ്രസ് ആദ്യം വീണ്ടും വെളിയിൽ നിന്നാണ് സപ്പോർട്ട് ചെയ്തത്. പക്ഷെ ഒരു വർഷത്തിനുള്ളിൽ അവർ പിന്നെയും മുന്നണിയുടെ ഭാഗമായി മന്ത്രിസഭയിൽ ജോയിൻ ചെയ്തു. അന്ന് മുമ്പ് ഓപ്പോസിഷൻ ലീഡർ ആയിരുന്ന കരുണാകരൻ ഹോം മിനിസ്റ്റർ ആകുകയുണ്ടായി. അപ്പം ആ ഹോം മിനിസ്റ്റർ ആയി ആ ഒരു 5 വർഷം എന്ന് പറയുന്നത്, ആ ഒരു 7 വർഷം എന്ന് പറയുന്നത് കരുണാകരൻ്റെ വളർച്ചയുടെ ഒരു മൂർധന്യ അവസ്ഥയിലായിരുന്നു ആ സംഭവം ഉണ്ടായിരുന്നത്. അന്നാണ് കരുണാകരൻ ഏറ്റവും ശക്തനായി മാറുകയൊക്കെ ചെയ്തത്. ഈ 5 വർഷം ഇവരൊന്നിച്ച് ഭരിച്ച കാലമാണ് ആക്ച്വലി ഒരു തരത്തിൽ കേരളത്തിലൊരു സുവർണ്ണ കാലഘട്ടം എന്ന് പൊതുവെ പറയാറുണ്ട്. അതേസമയത്ത് തന്നെ ഏറ്റവും കലുഷിതമായ ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ ഒരു 5 വർഷം എന്ന് പറയുന്നത്. ഇവർ വളരെ നല്ല ചില റിഫോർമേഷൻ ആക്ടുകളെല്ലാം കൊണ്ടുവന്നു. അന്നാണ് നമ്മുടെ കുറേ കാലമായിട്ട് മുടങ്ങിക്കിടന്ന ഇടുക്കി ഡാം പണി തീർക്കുന്നത്. അത് ഏറ്റവും ദ്രുതഗതിയിലാക്കിയത് പണി തീർത്ത് കമ്മീഷൻ ചെയ്യുകയുണ്ടായി. അതുപോലെ നമ്മുടെ കെൽട്രോൺ മുതലായ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കുന്നതും കൊണ്ടുവരുന്നതൊക്കെ ആ സമയത്താണ്. നേരത്തെ പറഞ്ഞ ലാൻഡ് റിഫോം ആക്ട് നടപ്പിലാക്കുന്നതും ആ സമയത്താണ്. ആൾക്കാർക്ക് സ്ഥലം കിട്ടുന്നതും പാവപ്പെട്ടവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടാകുന്നതും ആ സമയത്താണ് സംഭവിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ഈ CPM CPI സ്പ്ലിറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് CPI-നെ എതിരെ CPM ശക്തമായിട്ട് അവരെ എതിർക്കുന്നുണ്ടായിരുന്നു. കാരണം അവരൊരു വർഗവഞ്ചനയാണ് കാണിച്ചത് എന്നുള്ളൊരു രീതിയിൽ CPM-ന് ഒരു അവരെ ചതിച്ചു എന്നുള്ളൊരു ചിന്തയാണ് അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അക്രമാസക്തമായ നിലയിലാണ് പല പ്രശ്നങ്ങളിലും CPM ഇടപെട്ടത്. അപ്പം അന്നത്തെ ഒരു 5 വർഷം എന്ന് പറയുന്നത് ഭയങ്കര ഒരു കലുഷിതമായ 5 വർഷമായിരുന്നു. പല സ്ഥലങ്ങളിലും കല്ലേറുകൾ, നമ്മൾ പലപ്പോഴും സിനിമയിലൊക്കെ കാണുന്ന പല ഇൻസിഡൻറ്റ് സംഭവിച്ച ആ സമയത്താണ്. ബസ് കത്തിക്കുക, കല്ലേറുകൾ, അതുപോലെ മറ്റേ പോലീസ് സ്റ്റേഷൻ കത്തിക്കുക, അങ്ങനെ പല പല പ്രശ്നങ്ങളും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ കരുണാകരൻ ഗവൺമെൻറ് ഒരു ദാക്ഷിണ്യമില്ലാതെ അടിച്ചമർത്തുന്ന ഒരു സിറ്റുവേഷനും ഉണ്ട്. അപ്പം അങ്ങനെ ഭയങ്കര കലുഷിതമായ ഒരു കാലഘട്ടം കൂടിയായിരുന്നു ആ ഒരു 5 വർഷം എന്ന് പറയുന്നത്. ഈ സമയത്ത് തന്നെയാണ് ഇന്ത്യയിലൊട്ടാകെയും കേരളത്തിലും CPM-ൻ്റെ ഒരു ഫ്രാക്ഷനായിട്ട് മാവോയിസ്റ്റ് മൂവ്മെൻറ്റ് വരുന്നതും. അപ്പോൾ അതും കേരളത്തിലെ ഒരു സമാധാനപരമായ ജീവിതത്തെ വളരെ ശക്തമായിട്ട് ബാധിക്കുകയുണ്ടായി. 75-ൽ അടുത്ത ഇലക്ഷൻ നടക്കേണ്ട സമയമായപ്പോഴാണ് ഇന്ദിരാഗാന്ധി നമ്മുടെ ലോകപ്രശസ്തമായ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. അങ്ങനെ അടിയന്തരാവസ്ഥ കേരളത്തിലേക്ക് വരുന്നു. ഇലക്ഷനുകളൊക്കെ നിർത്തലാക്കപ്പെടുന്നു. അങ്ങനെ 75 ഇലക്ഷൻ നടക്കേണ്ടത് 77-ലാണ് പിന്നെ നടക്കുന്നത്. അപ്പം 69-ൽ ഭരണത്തിൽ വന്ന അച്യുതമേനോൻ 77 വരേക്കും ഭരിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായി. അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ട് 5 വർഷം നയിക്കുന്ന ഗവൺമെൻറ് ആയിട്ടുള്ള അച്യുതമേനോൻ ഗവൺമെൻറ് 7 വർഷം
ഭരിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ ഉണ്ടായി. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ കരുണാകരന് വീണ്ടും അധികാരം അല്ലെങ്കിൽ ഒരു പവർ കൂടുതൽ കിട്ടുകയും ആഹ്, ആ ഒരു പോലീസിങ്ങിന്റെ ഒരു 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 ഭീകരമായ ഒരു സിറ്റുവേഷൻ ഒക്കെ ആ സമയത്താണ് നടക്കുന്നത് ആക്ച്വലി. ഇതിന്റെ അകത്ത് ആരാണ് പറഞ്ഞതിലൊരു ഒരു ഒരു ഫാക്ട് കൂടി ആഡ് ചെയ്യാനായിരുന്നേ. ഇപ്പോ ഈ 1970 വന്ന അച്യുതമേനോൻ സർക്കാരാണ്. ഇപ്പൊ പല ഹിസ്റ്റോറിയൻസും പറയാറുണ്ട്, കേരളത്തെ ഏറ്റവും ഈ കേരള പൊളിറ്റിക്സിനെ പറ്റി പഠിക്കുന്നവർ പറയാറുണ്ട്, കേരളത്തിലെ ഏറ്റവും സുവർണം കാലഘട്ടം, അല്ല ഏറ്റവും നല്ലൊരു മിനിസ്റ്റർ എന്ന രീതിയിൽ. അപ്പോൾ അതിലും എനിക്ക് തോന്നുന്നു കേരളത്തിലെ സോഷ്യൽ സെക്യൂരിറ്റി പദ്ധതികൾക്കും ബാക്ക് ബോൺ കൊടുത്തൊരു മിനിസ്ട്രി കൂടിയായിരുന്നു, മന്ത്രിസഭ കൂടിയായിരുന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ ലക്ഷം വീട് പദ്ധതി എന്ന് പറയും. നമ്മൾ 1972 ഈ ലക്ഷം വീട് പദ്ധതി കൊണ്ടുവന്നതും അച്യുതമേനോൻ സർക്കാരായിരുന്നു. അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി ഒരു നിയമത്തിലൂടെ നടപ്പിലാക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സർക്കാരാണ് അന്നത്തെ അച്യുതമേനോൻ സർക്കാർ. അത് 10 എംപ്ലോയീസോ അതിന് മുകളിൽ ജീവനക്കാരോ അതിന് മുകളിലോ ഉള്ള സ്ഥാപനങ്ങൾ ആളുകൾ 5 വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് ഗ്രാറ്റുവിറ്റി കൊടുക്കണം എന്നുള്ളതും ആ നിയമത്തിലൂടെ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ഒരു സർക്കാരായിരുന്നു. അപ്പോൾ ആ തരത്തിൽ ഇപ്പൊ നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റിയുടെ ഭാഗമായാലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഭാഗമല്ല ആയാലും എല്ലാ തരത്തിലും ഇങ്ങനത്തെ നിയമങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ നടപ്പിലാക്കിയൊരു സർക്കാരായിരുന്നു അച്യുതമേനോന്റെ 1970 വന്ന സർക്കാർ. അപ്പോ അതിനുശേഷം ഈ അടിയന്തരാവസ്ഥയുടെ കാര്യവും ആരോൺ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോ അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിലുണ്ടായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം ഇന്ത്യയിൽ പൊതുവെ എടുത്തു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഫേസ് ആണ്, ഒരു മോശം കാലഘട്ടമായിരുന്നു ആ 2 കൊല്ലം അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നതെന്ന് പൊതുവെ പറയാറുണ്ട്. കേരളത്തിലുള്ള അടിയന്തരാവസ്ഥയുടെ സാഹചര്യം എങ്ങനെയായിരുന്നു? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും വ്യത്യസ്തമായിരുന്നില്ല. പല നിലയിലും ഇന്ത്യയിൽ സംഭവിച്ച പല കാര്യങ്ങളുടെയും ഒരു റെപ്ലിക്ക തന്നെയാണ് കേരളത്തിലും സംഭവിച്ചത്. പക്ഷേ കേരളത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില നല്ല കാര്യങ്ങളും സംഭവിക്കുകയുണ്ടായിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് തമസ്കരിക്കാൻ പറ്റില്ല. അന്ന് കരുണാകരനായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നത്. അന്നും കേരളത്തിലെ ഹോം മിനിസ്റ്റർ ആയിരുന്നത്. അന്ന് കേരളത്തിലെ പോലീസിന് അനിതര സാധാരണമായിട്ടുള്ള ആഹ് അധികാരവും പവറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പല രീതിയിലും അവർ മോശമായിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളും കേരളത്തിലുണ്ടായിട്ടുണ്ട്. അന്ന് ഉണ്ടായ ഒരു രസകരമായ സംഭവം എന്ന് പറയുന്നത്, അതുവരെ മുന്നണിയിൽ കയറാതിരുന്ന കേരള കോൺഗ്രസ് ഈ അടിയന്തരാവസ്ഥ വന്നതിന് ശേഷമാണ് ഈ CPI കോൺഗ്രസ് മുന്നണിയിലേക്ക് കയറുന്നത്. അത് ആക്ച്വലി അവരുടെ ഒരു പൊളിറ്റിക്കൽ സർവൈവലിന് വേണ്ടി കൂടിയായിരുന്നു. അപ്പം അല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ട അല്ലെങ്കിൽ ഉണ്ട തിന്നേണ്ടി വരും എന്നുള്ളൊരു യാഥാർത്ഥ്യം വന്നപ്പോൾ കേരള കോൺഗ്രസ് ബുദ്ധിപരമായിട്ട് മുന്നണിയിൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്നാണ്, നേരത്തെ നമ്മൾ ലീഗിൻ്റെ കാര്യം പറഞ്ഞ പോലെ, അന്നാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കേരള കോൺഗ്രസ് മന്ത്രി ഉണ്ടാകുന്നത്. അന്ന് KM മാണിയും ബാലകൃഷ്ണപിള്ളയും മന്ത്രിസഭയിലെ മന്ത്രിമാരായി. KM മാണി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഒരു മന്ത്രി എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അന്നാണ് ആദ്യമായിട്ട് KM മാണി ഒരു ഫിനാൻസ് മിനിസ്റ്ററായിട്ട് അന്നാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പിള്ള ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുമായി. അപ്പം ഒരു വലിയ ചരിത്രത്തിൻ്റെ തുടക്കം സംഭവിച്ചത് ഈ എമർജൻസി കാലഘട്ടത്തിലാണ്. അതിനുശേഷം 2011 മന്ത്രിസഭയിൽ വരെ KM മാണി ഫിനാൻസ് മിനിസ്റ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്. കേരളത്തിലേക്ക് വരുമ്പം ഇവിടെ ആ ഒരു സമയത്താണ് 20 ദിന പദ്ധതികളൊക്കെ നടപ്പിലാക്കിയത്. നേരത്തെ പറഞ്ഞ ലക്ഷം വീട് കോളനി പദ്ധതിയൊക്കെ ഏറ്റവും വേഗത്തിൽ തീർക്കാനായിട്ട് കാരണമായി തീർന്നത് ഈ ഒരു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ്. അതേസമയത്ത് വളരെ മൃഗീയമായിട്ട് പല ആളുകളുടെയും മരണത്തിനും കൊലപാതകത്തിനും കാരണമായി തീർന്ന സാഹചര്യം കൂടി അന്നുണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്ക് രാജൻ കേസൊക്കെ അറിയാമല്ലോ അല്ലേ? NITയിൽ പഠിച്ചുകൊണ്ടിരുന്ന രാജൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിനെ ഒരു കമ്മ്യൂണിസ്റ്റ് ചായ്വ് എന്നുള്ളത് മുദ്ര കുത്തി അറസ്റ്റ് ചെയ്ത് കക്കയം ഡാമിൽ അല്ലെങ്കിൽ അവിടുത്തെ ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് ഉരുട്ടിക്കൊല്ലുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പം അത് നമ്മൾ ആ കാര്യം അറിയുന്നത് അതിനെതിരെ അദ്ദേഹത്തിൻ്റെ പിതാവ് നടത്തിയ സമരത്തിൻ്റെയും കൂടെ ഒരു ഭാഗമായിട്ടാണ്. പക്ഷേ നൂറോളം അല്ലെങ്കിൽ 1000ഓളം രാജന്മാർ പല സ്ഥലങ്ങളിലും പല സാഹചര്യത്തിലും മരിക്കുന്ന സിറ്റുവേഷനുകളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ പല കഥകളും പക്ഷെ പുറത്ത് വരുന്നത് ഈ ഒരു അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷമാണ്. നമ്മുടെ ഇന്നത്തെ നേതാക്കന്മാരായ പിണറായി വിജയൻ, അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ, അച്യുതാനന്ദൻ, ഇവരെല്ലാവരും അന്ന് ജയിലിലാക്കപ്പെടുകയുണ്ടായി. പിണറായി വിജയനൊക്കെ വളരെ ക്രൂരമായിട്ട് അന്ന് പോലീസ് ആക്രമിക്കുന്ന കാര്യങ്ങളൊക്കെ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് ശേഷം 77 ശേഷത്തെ ഇലക്ഷന് പിണറായി വിജയൻ ജയിച്ച് MLA ആവുന്നുണ്ട്.
MLA ആയിട്ട് പുള്ളി നിയമസഭ എന്നൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പ്രസംഗമുണ്ട്. അന്ന് അദ്ദേഹം തൻ്റെ ആ ഒരു പോലീസ് ബ്രൂട്ടാലിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അന്ന് പീഡനം ഏറ്റപ്പോൾ ധരിച്ച ഷർട്ടും കൊണ്ടാണ് അദ്ദേഹം നിയമസഭയിലേക്ക് വന്നത്. ആ ഷർട്ട് ഉയർത്തി കാണിച്ചാണ് ആ പ്രസംഗം നടത്തുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു ചരിത്ര സംഭവം കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ കൊടിയ പീഡനങ്ങൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും സഹിച്ചൊരു കാലമായിരുന്നു അത്. ഇപ്പം ഇതിന് 2 വശങ്ങൾ നേരത്തെ നമ്മൾ പറയുന്ന പോലെ വളരെ ഗുണകരമായിട്ടുള്ള വശങ്ങളുണ്ടായ സമയത്ത് തന്നെ ഇതുപോലത്തെ വളരെ ഭീകരമായ അവസ്ഥയും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. ഇതിൽ വേറൊരു രസകരമായിട്ടുള്ള കാര്യം, ഇത് കഴിഞ്ഞിട്ടും ഇതേ സർക്കാർ തന്നെയാണ് വീണ്ടും വരുന്നത് കേരളത്തിൽ. കാരണം കേന്ദ്രത്തിലൊരു വലിയ ഭരണമാറ്റം ഒക്കെ അതെ. ഉണ്ടാവുന്നുണ്ട്. കോൺഗ്രസ് കുറെ കാലമായിട്ട് ഭരിച്ചതിന് ശേഷം, കുറെ കാലം എനിക്ക് തോന്നുന്നു ഏകപക്ഷീയമായിട്ട് ഭരിച്ചതിന് ശേഷം ആദ്യമായിട്ടൊരു ഭരണം നഷ്ടപ്പെടുന്ന ഒരു കേസൊക്കെ കേന്ദ്രത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതേസമയം അതെ. കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഭരണ തുടർച്ച ഉണ്ടായത്? അതൊന്ന് വിശദീകരിക്കുമോ? അത് ഭയങ്കര ഒരു സമസ്യയാണ് ആക്ച്വലി. നമ്മൾ ഉം. കേരളത്തിലെ മലയാളികളെ പ്രബുദ്ധ മലയാളികൾ എന്ന് വിളിക്കും. പക്ഷേ അങ്ങനെ പ്രബുദ്ധത ഇന്ത്യ മൊത്തം കാണിച്ചപ്പോൾ കാണിക്കാതിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം. ആഹ് നേരത്തെ പറഞ്ഞതുപോലെ 1947 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് ഇതര ഭരണം സെൻട്രലിൽ വരുന്നത്. അന്ന് ആഹ് നെഹ്റുയുടെ മകൾ ആയിട്ടുള്ള പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി വരെ തോക്കുന്ന ഒരു അവസ്ഥ ഇന്ത്യയിലുണ്ടായി. എന്നാൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു റിസൾട്ടാണ് കേരളത്തിൽ വന്നത്. അപ്പം അതിന് പല കാരണങ്ങളും ആളുകൾ പറയാറുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 1970 മുതൽ 75 വരെയുള്ള കാലഘട്ടം വളരെ രക്തകലുഷിതമായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. അന്ന് ഈ CPMന്റെ നേതൃത്വത്തിൽ വളരെ വളരെ ശക്തമായിട്ടുള്ള പല സമരങ്ങളും അതുപോലെ വളരെ ക്രമസമാധാനത്തെ തകിടം മറിക്കുന്ന പല പ്രശ്നങ്ങളും അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ബ്രൂട്ടലായിട്ടുള്ള പല സമരങ്ങളും അതുപോലെ കല്ലേറുകൾ, തീവെപ്പുകൾ, അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പല സംഘടനകളും ഈ സർക്കാർ ഉദ്യോഗ സംഘടനകൾ CPM സപ്പോർട്ടീവ് സംഘടനകളായിരുന്നു. അപ്പം ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ തന്നെ കാര്യങ്ങൾ നടക്കുന്നത് എഴഞ്ഞു നീങ്ങുന്ന അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ എമർജൻസി വന്നതിന് ശേഷം വന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് നാട് ആയി എന്നുള്ളൊരു കാര്യമാണ്. പല സ്ഥലങ്ങളിലും നമ്മുടെ രാജൻ കേസ് പോലത്തെ പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൊതുവിൽ നാട് ആയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അന്ന് പോലീസ് കൺട്രോൾ കൊണ്ടും ഈ സമരങ്ങളൊക്കെ തന്നെ അഡ്വാൻസ് അടിച്ചമർത്തുന്നതുകൊണ്ടും ഈ നേതാക്കന്മാരെയൊക്കെ ജയിലിലിട്ടതുകൊണ്ടും പലപ്പോഴും പല സമരങ്ങളും നടക്കാതെയും നാട്ടുകാർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ആയിട്ട് പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായെന്നുള്ളതൊരു ഒരു വലിയ ഫാക്ടറാണ്. രണ്ടാമതായിട്ട് പറയുന്നത് അവിടെയുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇത് ലക്ഷം വീട് പദ്ധതികൾ, ഡാം പണി കഴിപ്പിച്ചത്, നമ്മുടെ ലാൻഡ് റിഫോം ആക്ട്, ഇങ്ങനത്തെ ഒരു ഗുണകരമായിട്ടുള്ള കാര്യങ്ങളും വരികയുണ്ടായി. ഇതേ സമയത്ത് തന്നെ സർക്കാർ ഓഫീസുകളിൽ വളരെ നല്ല സർവീസ് കിട്ടിയ ഒരു അപൂർവമായിട്ടുള്ള 2 വർഷമായിരുന്നു ഈ 75 മുതൽ 77 വർഷങ്ങൾ. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായ സമയത്ത് ഓഫീസിൽ വരിക, വൈകുന്നേരം വരെ പണിയെടുക്കുക, വൈകുന്നേരം സമയത്തിന് ശേഷം മാത്രം വിട്ടുപോവുക, ഫയലുകളൊക്കെ വേഗം നീങ്ങുക, ഇങ്ങനത്തെ വളരെ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ സർക്കാർ ഓഫീസുകളിൽ ഉണ്ടായിട്ടുണ്ട്. ട്രെയിനുകൾ സമയത്തിന് ഓടുക എന്നുള്ളത് ഉള്ളൊരു അന്ന് സംഭവിച്ച വലിയൊരു കാര്യം. ഞാൻ ആലോചിക്കുകയാണ്, ഇന്നും നടക്കാത്തൊരു കാര്യമാണത്. നമുക്കും പലപ്പോഴും ട്രെയിൻ ലേറ്റ് ആവുന്നതും ഒക്കെ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ ഒരു 2 വർഷം എന്ന് പറയുന്നത് ഇന്ത്യയിലൊട്ടാകെ ട്രെയിനുകൾ വളരെ കൃത്യമായിട്ട് സമയത്തിന് ഓടി എന്നുള്ളൊരു യാഥാർത്ഥ്യം. അങ്ങനെ പല കാര്യങ്ങളുടെ ഒരു ആകത്തുകയായിട്ടാണ് 77 ഇലക്ഷന് വീണ്ടും അതേ ഒരു മുന്നണിയെ തന്നെ വിജയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നെ ഇതിനൊരു മറുവശം എന്ന് പറയുന്നത്, പലപ്പോഴും ഈ എമർജൻസിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും നാട്ടുകാർ അറിയാത്ത രീതിയിൽ സെൻസർ ചെയ്യപ്പെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ട്. ഈ രാജൻ കേസ് മുതലായ പ്രശ്നങ്ങളൊക്കെ അറിയുന്നത് 77 ശേഷമാണ് വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ സെൻസർ ചെയ്യപ്പെട്ടു എന്നുള്ളതും ആൾക്കാരുടെ ഒരു തീരുമാനത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഒട്ടുക്കും ഇത് സംഭവിച്ചപ്പോൾ അവിടെയും സെൻസർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിലും അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം പറയാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ എന്നാലും ഇത് സംഭവിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പം ഇവിടെയും നമുക്ക് രസകരമായി കാണാൻ പറ്റുന്ന സംഗതി എന്ന് പറയുന്നത്, 69 അച്യുതമേനോൻ മന്ത്രിസഭ ആ മുന്നണി തന്നെയാണ് 70 പിന്നെയും ജയിക്കുന്നത്. 70 മുതൽ 75 വരെയുള്ള മുന്നണി തന്നെയാണ് പിന്നെ 77 പിന്നെയും ജയിക്കുന്നത്. അപ്പം അതും ഒരു തുടർഭരണമായിട്ട് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. ആക്ച്വലി അതിന് ശേഷം വരുന്നത് കോൺഗ്രസിൻ്റെ ഒരു മന്ത്രിസഭയാണെങ്കിലും മുന്നണി അത് തന്നെയായിരുന്നു. അപ്പോൾ CPIയും മുസ്ലിം ലീഗും കോൺഗ്രസ്സൊക്കെ ഉണ്ടായിരുന്ന മുന്നണി തന്നെയാണ് 77 പിന്നെയും ഭരണത്തിൽ വരുന്നത്. കരുണാകരനാണ് അന്ന് മുഖ്യമന്ത്രി ആയത് ആക്ച്വലി. അപ്പം അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെങ്കിലും പക്ഷേ അത് വേണമെങ്കിൽ തുടർഭരണം അന്ന് സംഭവിച്ചെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും.
അപ്പം 69 മുതൽ 80 വരെ സത്യത്തിൽ CPM എന്നുള്ള പാർട്ടി പ്രതിപക്ഷത്തായിരുന്നു ഇരുന്നത്. ആ 10 വർഷവും EMS നമ്പൂതിരിപ്പാടായിരുന്നു പ്രതിപക്ഷ നേതാവായിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ 77 കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ട് വന്നെങ്കിലും ഒരു മാസം മാത്രമാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കാൻ സാധിച്ചത്. ഒരു മാസത്തിനുള്ളിൽ തന്നെ രാജൻ കേസ് പുറത്തു വന്നു. രാജൻ കേസിനെ കുറിച്ച് കോടതിയിൽ വാദമുണ്ടായി. കരുണാകരനെതിരെ നിയമ അന്വേഷണം വന്നു. അന്ന് വേണേൽ കരുണാകരന് അത് പോലീസിന്റെ തലയിൽ ചാർത്താമായിരുന്നു. പക്ഷേ അദ്ദേഹം അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അന്ന് രാജിവെച്ചു. അതിനുശേഷം AK ആന്റണി ആദ്യമായിട്ട് അങ്ങനെ മുഖ്യമന്ത്രിയായി തീർന്നു. വെറും 37-ാം വയസ്സിലാണ് AK ആന്റണി മുഖ്യമന്ത്രിയായി തീർന്നത്. അദ്ദേഹമാണ് കേരളം കണ്ട ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി. അപ്പം AK ആന്റണിക്ക് പൊതുവെ ഒരു നല്ല ഇമേജ് ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഒരു അഴിമതി വിരുദ്ധ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇമേജും കൂടെ ക്യാപിറ്റലൈസ് ചെയ്യാന്നുള്ള രീതിയിൽ AK ആന്റണീനെ അന്ന് മുഖ്യമന്ത്രിയാക്കിയാണ്ടത്. അങ്ങനെ ഒരു വളരെ രസകരമായിരുന്ന എന്നാൽ ദുഃഖകരമായിരുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു എമർജൻസിയോട് ചേർന്ന് ആ ഒരു 7 വർഷം എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിന് ശേഷം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു നേതാവ്, എനിക്കൊന്ന് ഭയങ്കര ജനസമ്പന്നനായ ഒരു നേതാവാണ് VS അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. അപ്പോൾ VS അച്യുതാനന്ദനെ പറ്റി പൊതുവേ നമ്മൾ തമാശയായിട്ടൊക്കെ പറയാറുണ്ട്. അതായത് VS ജയിക്കുമ്പോൾ പാർട്ടി ജയിക്കില്ല, പാർട്ടി ജയിക്കുമ്പോൾ VS ജയിക്കില്ല എന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. അപ്പോൾ VS അച്യുതാനന്ദൻ അവസാനം മുഖ്യമന്ത്രി ആവുന്ന ഒരു കഥയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഒരു അവസാനത്തെ കഥ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുമായിരുന്നു. തീർച്ചയായിട്ടും. ആനന്ദ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഒരു ഫ്രേസ് വളരെ പോപ്പുലറാണ് കേരള പൊളിറ്റിക്സിൽ. VS ജയിക്കുമ്പോൾ പാർട്ടി തോക്കും, പാർട്ടി തോക്കുമ്പോൾ VS ജയിക്കും എന്നുള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ VS അച്യുതാനന്ദൻ വളരെ തലമുതിർന്ന അല്ലെങ്കിൽ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ന്റെ ഒരു ഫേസ് ആയിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു നേതാവാണ്. ഞാൻ ഈ കഥ പറയുന്നതിന് മുമ്പ് ഒരു രസകരമായിട്ടുള്ള സംഗതി, ഒരു ഫൺ ഫാക്ടറും കൂടെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു MLA-നെ കോടതി നിയമപ്രകാരം അസാധുവാക്കുന്നത് 1957 തന്നെയാണ്. അന്ന് നേരത്തെ പറഞ്ഞതുപോലെ ചില മണ്ഡലങ്ങൾ സംവരണ മണ്ഡലങ്ങളായിരുന്നു. അപ്പം അതിലൊരു മണ്ഡലം ദേവികുളം മണ്ഡലം എന്ന് പറയുന്നത്. അന്നത്തെ അതിൽ ജനറൽ സ്ഥാനാർത്ഥിയായിരുന്നു റോസമ്മ പുന്നൂസ് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിനെതിരായിട്ട് മത്സരിച്ച BK നായർ എന്നുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയി. അപ്പം അതിനെതിരെ അദ്ദേഹം എന്നിട്ട് റോസമ്മ പുന്നൂസ് വിജയിച്ചു. അതിനെതിരെ അദ്ദേഹം കോടതിയിൽ പോയി. അപ്പം അന്നത്തെ നിയമപ്രകാരം ഈ പത്രിക തള്ളേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്ന് കോടതിക്ക് മനസ്സിലായി. അതുകൊണ്ട് അന്നത്തെ നിയമപ്രകാരം ആ ഇലക്ഷൻ അസാധുവാക്കി. എന്നിട്ട് വീണ്ടും ഒരു റീ ഇലക്ഷൻ. അപ്പോൾ കേരളത്തിൽ ആദ്യത്തെ ഒരു ബൈ ഇലക്ഷൻ സംഭവിക്കുന്ന അതേ വർഷത്തിൽ തന്നെയാണ്. അപ്പോൾ ആ ബൈ ഇലക്ഷന് വളരെ പ്രധാനമുണ്ട്. കാരണം എന്ന് വെച്ചാൽ 57-ലെ EMS മന്ത്രിസഭ വെറും 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് ഭരിക്കുന്നത്. ഇപ്പോൾ ഒരു MLA നഷ്ടമാവുന്നുള്ള ഭയങ്കര പ്രശ്നമുള്ള കാര്യമായിരുന്നു. അപ്പം അന്നത്തെ ഇലക്ഷന് നയിക്കാൻ വേണ്ടിയിട്ട് അന്ന് ചുമതലപ്പെടുത്തിയത് VS അച്യുതാനന്ദനായിരുന്നു. അപ്പം അന്ന് അദ്ദേഹം ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പം അദ്ദേഹത്തെയാണ് ദേവികുളം ഇലക്ഷൻ ലീഡ് ചെയ്യാനായിട്ട് വിട്ടത്. അപ്പം അന്ന് അദ്ദേഹം അവിടെ പോയിട്ട് നാടിളക്കി മറിച്ചൊരു ഒരു പ്രചരണം നടത്തുകയുണ്ടായി. വേറൊരു സംഭവം എന്ന് വെച്ചാൽ അന്ന് ഈ ദേവികുളം മണ്ഡലത്തെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം. അത് മൂന്നാർ ഭാഗത്തുള്ള ഒരു മണ്ഡലമാണ്. അവിടെ കൂടുതലും മറ്റേ തമിഴ് തൊഴിലാളികൾ കുറേ അവിടെ ഉണ്ട്, തമിഴ് സംസാരിക്കുന്നത്. അപ്പം അവരെയും കൂടെ പാർട്ടിയിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗായക സംഘത്തെ തമിഴ്നാട്ടിൽ നിന്ന് വരുത്തുകയുണ്ടായി. ആ ഗായക സംഘത്തിന് ഒരു ലീഡ് ചെയ്ത് ആരാന്നറിയാവോ? ആരാണ്? ഇന്ന് ഇന്ത്യ കണ്ടിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് മ്യൂസിഷ്യനായിട്ടുള്ള ഇളയരാജയാണ് ആ ഗായക സംഘത്തെ ലീഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു സംഭവം കൂടെ കേരള പൊളിറ്റിക്സിലുണ്ട്. VS അച്യുതാനന്ദൻ നയിച്ച ഇളയരാജ സപ്പോർട്ട് ചെയ്തൊരു ഇലക്ഷനായിരുന്നു ആ ദേവികുളം ഇലക്ഷൻ. അന്ന് എന്നിട്ട് റോസമ്മ പുന്നൂസ് അത് വിജയിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടെ VS അച്യുതാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ ഓർമ്മയിലേക്ക് വന്നതാണ്, പെട്ടെന്ന് പറഞ്ഞതാണ്. നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ 1991-ലാണ് അച്യുതാനന്ദന് മുഖ്യമന്ത്രി ആദ്യത്തെ സാഹചര്യം വന്നത്. ഈ 91 വരെ നമ്മളുടെ പഞ്ചായത്ത് ഇലക്ഷനുകൾ ഡിസ്ട്രിക്ട് കൗൺസിലുകളായിരുന്നു. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് കൗൺസിൽ എന്ന് പറയുന്നത് ഒരു ജില്ലാ തലത്തിലുള്ള ഒരു ഭരണ സമിതി പോലുള്ള സംഭവമായിരുന്നു. അപ്പോൾ 91-ലെ ഡിസ്ട്രിക്ട് കൗൺസിൽ ഇലക്ഷന് CPM ഒരു ക്ലീൻ സ്വീപ്പ് കിട്ടിയൊരു ഇലക്ഷനാണ്. അന്ന് തൂത്തുവാരിയ ഇലക്ഷനായിരുന്നു. 14-12 ജില്ലയും
അന്ന് ഇവർ തൂത്തുവാരുകയുണ്ടായി. അന്ന് മലപ്പുറം ലീഗിൻ്റെ മലപ്പുറവും കോൺഗ്രസിൻ്റെ പത്തനംതിട്ടയും മാത്രമാണ് യു ഡി എഫിന് കിട്ടിയത്. അന്ന് ആ സംഭവത്തിന് മുമ്പ് തന്നെ എൽ ഡി എഫ് യു ഡി എഫ് എന്നുള്ളൊരു മുന്നണി സമവാക്യങ്ങൾ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഇലക്ഷൻ ജയിച്ചത് കൊണ്ട് ഇ കെ നായനാരായിരുന്നു അന്ന് മുഖ്യമന്ത്രി ആയിരുന്നത്. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വേവ്, ഒരു തരംഗം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം മന്ത്രിസഭ പിരിച്ചുവിട്ട് ഇലക്ഷന് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ 91 നമുക്കറിയാം 89 നമ്മുടെ രാജീവ് ഗാന്ധി ബൊഫോസ് എല്ലാം അഴിമതിയെല്ലാം പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി രാജിവെച്ച് 89 ഇലക്ഷൻ നടന്ന് വി പി സിംഗ് പ്രധാനമന്ത്രിയായതിനു ശേഷം ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായിട്ട് അങ്ങനെ അതിനുശേഷം നടക്കുന്ന ഇലക്ഷനാണ് 91 ഇലക്ഷൻ. അപ്പം കോൺഗ്രസ് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഇലക്ഷനായിരുന്നു അത്. അതേ സമയത്ത് തന്നെയാണ് ഈ ഇലക്ഷനും രണ്ടും ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ ഇ കെ നായനാരുടെ ഐഡിയ എന്ന് പറയുന്നത് ഒന്ന് ഇവിടെ ഒരു പോസിറ്റീവ് വേവ് ഉണ്ട്, ഒരു അനുകൂലമായിട്ടുള്ള തരംഗമുണ്ട്. അതേ സമയത്ത് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് എങ്ങനെയും സെൻട്രലിൽ വിജയിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ശ്രദ്ധ മൊത്തം ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ്റെ മുകളിലാണ്. അപ്പം ആ സമയത്ത് കോൺഗ്രസിൻ്റെ ശ്രദ്ധ ഇവിടെ നിന്ന് മാറുകയും അതുകൊണ്ട് തന്നെ ഒരു തുടർഭരണം കിട്ടാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളൊരു ബുദ്ധിപരമായിട്ടുള്ളൊരു ഒരു തീരുമാനമായിരുന്നു അത് ഇ കെ നായനാരുടെ. അപ്പോൾ 5 വർഷം തികയാന്നുള്ളത് 92-ലായിരുന്നു. പക്ഷേ 91 തന്നെ 4 വർഷത്തിനുള്ളിൽ തന്നെ നിയമസഭ പിരിച്ചുവിട്ട് ഇലക്ഷൻ നേരിട്ടു. പക്ഷേ നിർഭാഗ്യവശം എന്ന് പറയട്ടെ, 91 മെയ് 20-നായിരുന്നു ആദ്യത്തെ ഘട്ട വോട്ടെടുപ്പ് വന്നത് നോർത്ത് ഇന്ത്യയിൽ. 23-നായിരുന്നു കേരളത്തിൽ പാർലമെൻറ്റ് ഇലക്ഷനിലും നിയമസഭ ഇലക്ഷനിലും വോട്ട് നടക്കേണ്ടിയിരുന്നത്. 21-ാം തീയതി രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. 2 ദിവസത്തെ ഒരു ഗ്യാപ്പിൽ രാജീവ് ഗാന്ധി മരണപ്പെടുകയുണ്ടായി. അതോടുകൂടി എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇലക്ഷൻ മാറ്റിവെക്കപ്പെട്ടു. അപ്പം അന്നത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇലക്ഷൻ 2 മാസത്തേക്ക് നീക്കി വെച്ചു. അപ്പം അവിടെ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അനുകൂലമായിട്ടുള്ള തരംഗം അവിടെ ഒരു സഹതാപ തരംഗമായിട്ട് മാറി. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് കൊണ്ട് കോൺഗ്രസിനോടും രാജീവ് ഗാന്ധിയോടും സഹതാപ തരംഗം ഉണ്ടായി. ഈ സഹതാപ തരംഗത്തിൽ ഇലക്ഷൻ്റെ റിസൾട്ട് മാറി മറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതിനുശേഷം ജൂൺ മാസത്തിലാണ് ഇലക്ഷൻ നടക്കുന്നത്. ജൂൺ മാസത്തിൽ ഇലക്ഷൻ നടക്കുമ്പം കോൺഗ്രസിന് അനുകൂലമായിട്ട് തരംഗം ഉണ്ടാവുകയും കോൺഗ്രസ് വിജയത്തിലേക്ക് വരികയും അങ്ങനെ കരുണാകരൻ വീണ്ടും മുഖ്യമന്ത്രിയാകുകയും ചെയ്യുകയാണ് ആ സമയത്തുണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ അതിൻ്റെ പുറകിലെ ബുദ്ധി നല്ലതായിരുന്നെങ്കിലും സാഹചര്യങ്ങൾ തിരിഞ്ഞു പോയതുകൊണ്ട് വീണ്ടും ഒരു തുടർഭരണം അവിടെ നഷ്ടമാവുകയാണ് ഇ കെ നായനാർക്ക് ഉണ്ടായത്. അപ്പോൾ ആ സമയത്തൊരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ഇ കെ നായനാർ സംഘടനാ തലത്തിലേക്ക് പോവുകയും അച്യുതാനന്ദൻ അന്ന് സ്റ്റേറ്റ് സെക്രട്ടറി. അപ്പോൾ അച്യുതാനന്ദൻ അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിലേക്ക് വരാമെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് അന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ 91 ഇലക്ഷൻ ജയിച്ച് കഴിയുമ്പോൾ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി തീരാൻ എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു ഇന്റേണലി ഉണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇങ്ങനൊരു സംഭവം സംഭവിച്ചതിന് ശേഷം CPM പ്രതിപക്ഷത്തേക്ക് പോയി. ഇ കെ നായനാർ വീണ്ടും പ്രതിപക്ഷ നേതാവായി തീർന്നു. പക്ഷേ ഒരു വർഷം കൊണ്ട് 92 തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അച്യുതാനന്ദൻ അവിടുന്ന് രാജിവെച്ച് MLA ആയിട്ട് നിയമസഭയിലേക്കും ഇ കെ നായനാർ രാജിവെച്ച് സംഘടനാ തലത്തിലേക്കും പോയി. ഇ കെ നായർ അതിനുശേഷം സ്റ്റേറ്റ് സെക്രട്ടറിയായി മാറി. അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിട്ട് മാറി. അതിനുശേഷം 94-ലാണ് നമ്മുടെ ISRO ചാരക്കേസ് സംഭവിക്കുന്നത്. അത് വളരെ ഫേമസ് ആയിട്ട് കേരള ചരിത്രത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ISRO ചാരക്കേസ്. അപ്പോൾ ഈ ISRO ചാരക്കേസ് ഉണ്ടാകുകയും അതിൻ്റെ വളരെ പൊടിപ്പും തൊങ്ങലുള്ള കഥകളൊക്കെ കേരളത്തിലൊക്കെ പടരുകയും ചെയ്ത സമയത്ത് ആണ് അച്യുതാനന്ദൻ എന്നുള്ള ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ശക്തി കേരളം ആദ്യമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഓറ കേരളം ആദ്യമായിട്ട് കാണുന്നത്. അന്ന് കരുണാകരനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ കരുണാകരനെ എതിർത്തുകൊണ്ടിരുന്ന അച്യുതാനന്ദൻ മാത്രമല്ല, ആന്റണി ഗ്രൂപ്പും ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലെ ആന്റണി ഗ്രൂപ്പും കരുണാകരനെ എതിർക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കരുണാകരൻ രാജിവെക്കേണ്ടി വന്നു. AK ആന്റണി മുഖ്യമന്ത്രിയായി തീർന്നു. അതിനുശേഷം 91 മുതൽ 96 വരെ കോൺഗ്രസ് ഭരണവും 94-ന് ശേഷം 96 വരെ AK ആന്റണി മുഖ്യമന്ത്രി ഭരിച്ചു. അപ്പോൾ 96-ലെ ഇലക്ഷന് സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അച്യുതാനന്ദനായിരുന്നു CPM പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി ഫേസ് എന്ന് പറയുന്നത്. അപ്പം സാധാരണ പൊതുവിലെ പാർട്ടിക്ക് അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഫേസ് ഉണ്ടാവില്ല എന്നൊക്കെ പറയുമെങ്കിലും 96-ൽ വളരെ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മുമ്പോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് അവർ ഇലക്ഷൻ നേരിട്ടത്. പക്ഷേ അന്ന് CPM-ൽ നടക്കുന്ന ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില സംഭവങ്ങളുടെ ഒരു കോണ്ടെക്സ്റ്റിൽ പാർട്ടിയുടെ ഉറച്ച കോട്ടയിൽ തന്നെ
അച്യുതാനന്ദൻ പരാജയപ്പെടുകയുണ്ടായി. അന്ന് CPM പാർട്ടി വളരെ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് വന്നു. പക്ഷേ അച്യുതാനന്ദൻ പരാജയപ്പെട്ടു പോയി. അപ്പോൾ അതിനൊരു കാരണമായിട്ട് മെയിനായിട്ട് പറയുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ 80 മുതൽ 92 വരെ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് CPM പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു ശക്തമായ ഘടകമാണ് CITU യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് പാർട്ടി ഘടകവും CITU യൂണിയൻ രണ്ടും ശക്തമായിരുന്നു. അപ്പം അങ്ങനെ ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ വേറൊരു പാർട്ടി ഘടകം വേണ്ട എന്നുള്ളൊരു ആംഗിളിൽ അച്യുതാനന്ദൻ അന്നത്തെ CIT യൂണിയനെ അടിച്ചമർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അച്യുതാനന്ദൻ്റെ കൂടെ ഏറ്റവും ശക്തമായിട്ട് കൂടെ നിന്നൊരു വ്യക്തിയാണ് ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയൻ. അതിനുശേഷം ഇവർ തമ്മിൽ വളരെ പ്രശ്നങ്ങളുണ്ടായി. അത് കേരള പൊളിറ്റിക്സ് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പം അതിന് പ്രതികാരമായിട്ട് CIT യൂണിയൻ ആണ് അച്യുതാനന്ദനെ തോൽപ്പിച്ചത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ 91 അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ല. കാരണം അവർ പരാജയപ്പെട്ടു. 96 അവർ വിജയിച്ചപ്പോൾ അച്യുതാനന്ദൻ പരാജയപ്പെടുന്ന ഒരു ദുഃഖകരമായൊരു സാഹചര്യം അവിടെ ഉണ്ടായി. അങ്ങനെ വീണ്ടും സംഘടനാ തലത്തിൽ നിന്ന് നായനാരെ തിരിച്ചു വിളിച്ച് അദ്ദേഹത്തെ തന്നെ മുഖ്യമന്ത്രി ആക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെ ആ 2 വർഷം ചടയൻ ഗോവിന്ദൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അന്ന് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നത്. നായനാർ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നു. അതിനുശേഷം CPMൻ്റെ ഒരു സ്റ്റേറ്റ് ലെവൽ എലക്ഷൻ നടക്കുന്നത് 98 98 ഇലക്ഷനിൽ അച്യുതാനന്ദൻ CIT യൂണിയനെ മൊത്തത്തിൽ വെട്ടുന്നൊരു കാഴ്ചയാണ് ഉണ്ടായത്. അന്ന് CIT യൂണിയൻ്റെ പക്ഷത്ത് നിന്ന് ഇലക്ഷനിൽ മത്സരിച്ച സകല ആളുകളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അച്യുതാനന്ദൻ പിണറായി വിജയനെ ഒരു സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് അവരോധിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായി. അപ്പോൾ 80 മുതൽ 98 വരെ അച്യുതാനന്ദൻ ഒരു വലങ്കൈയായിരുന്നു പിണറായി വിജയൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ CIT യൂണിയൻ പക്ഷത്തെ വെട്ടിക്കൊണ്ട് ഈ പിണറായി വിജയൻ അധികാരത്തിലേക്ക് അല്ലെങ്കിൽ അതൊരു സ്റ്റേറ്റ് സെക്രട്ടറി ലെവലിലേക്ക് കൊണ്ടുവന്നത് അച്യുതാനന്ദനാണ്. പക്ഷെ അതിനുശേഷം നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ തമ്മിൽ തെറ്റുക എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ കാണുന്നത്. പാർട്ടിയിൽ 2 ശക്തി ധ്രുവങ്ങളായിട്ട് ഇവർ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിണറായി വിജയൻ അച്യുതാനന്ദൻ തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള ഫൈറ്റും പ്രശ്നങ്ങളും ഉണ്ടായി. അതിനുശേഷം 2001 ഇലക്ഷൻ നടക്കുമ്പോൾ AK ആൻ്റണീൻ്റെ നേതൃത്വത്തിലാണ് അന്ന് അധികാരത്തിൽ വരുന്നത്. അന്ന് ഇതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളും അതുപോലെ നായനാർ മന്ത്രിസഭയിലെ ചില പ്രശ്നങ്ങൾ കാരണം അതുപോലെ അവരെ ദുർവിനിയോഗം അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ കാരണം പിന്നെ ഇലക്ഷന് തൊട്ടു മുമ്പാണ് വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ മദ്യ ദുരന്തം സംഭവിക്കുന്നത്. 30-30ഓളം പേര് ചാരായം കുടിച്ച് മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനത്തെ എല്ലാ സാഹചര്യത്തിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു. AK ആൻ്റണി മുഖ്യമന്ത്രിയായി. അച്യുതാനന്ദൻ അന്ന് വിജയിച്ചു. അദ്ദേഹം വിജയിച്ചതുകൊണ്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി തീർന്നു. അങ്ങനെ 2001 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ കാണുന്ന അച്യുതാനന്ദൻ ഉണ്ടാകുന്നത്. അതുവരെ കർക്കശക്കാരനായ ഒരു പാർട്ടി പ്രവർത്തകനായ ഒരു അച്യുതാനന്ദനായിരുന്നു ഉണ്ടായിരുന്നെങ്കിലും 2001 മുതൽ 2006 വരെ കാലത്തിൽ ജനകീയനായ ഒരു അച്യുതാനന്ദൻ ഉണ്ടാകുന്നത്. അന്നാണ് TV ചാനലുകളൊക്കെ പ്രോമിനൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ TV ചാനലുകളിൽ എങ്ങനെ ഒരു ന്യൂസായി തീരണമെന്ന് ഏറ്റവും മികച്ച രീതിയിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു അച്യുതാനന്ദൻ. അദ്ദേഹം യാഥാർത്ഥ്യമായിട്ടും നാട്ടുകാർക്ക് വേണ്ടി ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ള റിയാലിറ്റി ഉണ്ട്. അതേ സമയത്ത് തന്നെ TV ചാനലുകളുടെ സപ്പോർട്ടും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അച്യുതാനന്ദൻ ഒരു ശക്തനായ ജനകീയ നേതാവായിട്ട് മാറി. പക്ഷെ അതേ സമയത്ത് തന്നെ പാർട്ടിക്കുള്ളിൽ അച്യുതാനന്ദന് ശക്തി നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. പിണറായി വിജയൻ ഒരു അപർണമാദിത്യം അല്ലെങ്കിൽ ഒരു ഓൺലി ലീഡർ എന്നല്ലെങ്കിൽ ഒരു അന്നിൽ വളർന്നു വന്നു. 2006 ഇലക്ഷനിൽ പിണറായി വിജയൻ അച്യുതാനന്ദന് സീറ്റ് നിഷേധിക്കുന്നൊരു സാഹചര്യവും ഉണ്ടായി. അപ്പോൾ നമുക്കൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടായിരിക്കും, അല്ല നമുക്ക് ഓർമ്മ കാണുമായിരിക്കും. അന്നത്തെ ഇലക്ഷന് പാർട്ടി സീറ്റ് നിഷേധിക്കുന്നു, അച്യുതാനന്ദൻ ഒന്നും മിണ്ടാതെ വരുന്നു. അതിനുശേഷം അച്യുതാനന്ദന് വേണ്ടി നാട്ടുകാർ തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ചയും നമ്മളന്ന് കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നാട്ടുകാരുടെ ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടും കേരളം ഒട്ടുക്കും അലയടിച്ച അച്യുതാനന്ദൻ വേവിൽ പോൾ ബ്യൂറോയ്ക്ക് ആദ്യമായിട്ട് നാട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തീരുമാനം മാറ്റേണ്ടി വന്നു. അങ്ങനെ സെൻട്രൽ പാർട്ടി ഇടപെട്ട് അച്യുതാനന്ദനെ വീണ്ടും സ്ഥാനാർത്ഥിത്വം കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹം പാലക്കാടുള്ള മലമ്പുഴയിൽ മത്സരിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അന്ന് അച്യുതാനന്ദൻ നിന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ തോറ്റുപോകും എന്നൊരു സാഹചര്യം കൂടെ അന്ന് വന്നിരുന്നു. അതുകൊണ്ട് അച്യുതാനന്ദൻ നിർത്തി. അച്യുതാനന്ദൻ ആ ഇലക്ഷൻ ജയിച്ചു. അങ്ങനെ ആ ഒരു ശാപത്തിന് മോക്ഷം സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. 91 മുതൽ 2006 വരെ കാത്തിരുന്നതിന് ശേഷമാണ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി തീർന്നത്.
അങ്ങനെ ഒരു ലോങ് അവൈറ്റഡ് സ്ഥാനത്തേക്ക് അച്യുതാനന്ദൻ അവരോധിക്കപ്പെട്ടത് 2006 അപ്പം Yeah. അങ്ങനെ ഒരു ചരിത്രവും കൂടെ കേരളത്തിൻ്റെ പൊളിറ്റിക്സിലുണ്ട് എന്നുള്ളത് നമുക്ക് കേരള പൊളിറ്റിക്സിനെ വീണ്ടും കളർഫുൾ ആക്കുന്ന ഒരു കാര്യമാണ്. Yeah. എന്തായാലും ഇത്രയും നേരം ഞാൻ ഇങ്ങനെ ചാരിയിരുന്ന് കഥ കേൾക്കുന്ന ഒരു വൈബിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. വളരെ അടിപൊളിയായിട്ടാണ് ജാവേദും ആരോണും ആ കഥകളും കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിയും ഒക്കെ ചേർത്തിട്ട് പ്രസന്റ് ചെയ്തത്. ക്രുഷ്ചേവിന്റെ കത്തല്ല പ്രസംഗം ലീക്കായതും ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലവും രാജീവ് ഗാന്ധിയുടെ അസാസിനേഷനും അതൊക്കെ എങ്ങനെയാണ് കേരള പൊളിറ്റിക്സ് ആയിട്ട് കണക്ട് ആയത്, അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. എന്തായാലും കേരളം ഇനി മുന്നോട്ടേക്കും ഒരു ഇലക്ഷനൊക്കെ ഫേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കൗണ്ടിങ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇനിയും ഈ കഥകൾ മാറാം, പുതിയ പുതിയ ചരിത്രം ആവർത്തിക്കാം, പുതിയ ചരിത്രം ഉണ്ടാവാം, അങ്ങനെ കുറെ സംഭവങ്ങളും കൂടി വരാനിരിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. നമ്മൾ അടുത്ത എപ്പിസോഡുമായിട്ട് അടുത്ത ആഴ്ച വരുന്നതാണ്. ബൈ.